നമുക്കപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മാരത്തോണിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു സെക്ഷൻ എ ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്ന് നമ്മൾ 2 സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ആണ്, മോക്ക് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോണേ. ഓക്കെ, സോ അപ്പം നമ്മുടെ സെക്ഷൻ ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അമേലിയ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇത് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ സെക്ഷൻ ബി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഒരു പോർഷൻ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പോണേ, എന്തൊക്കെയാണ് ബേസിക്സ് ഓഫ് ഈ ക്വസ്റ്റ്യനിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Okay, so you should assume that today's date is 1st September 2025. Amelia is a sole trader. She is seeking advice in respect of the tax relief available for a loss incurred by her business, the income tax and capital gains tax implication of replacing a warehouse, and deregistration of VAT purpose. Okay, അപ്പോൾ ഇൻകം ടാക്സ്, CGT, വാറ്റ് ഈ 3 കാര്യങ്ങളാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻകം ടാക്സിൽ തന്നെ ട്രേഡിംഗ് ലോസ് ഇതിൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ CGTയിലുള്ളൊരു റീപ്ലേസ്മെൻറ്റ് റിലീഫ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വാറ്റിലുള്ള ഡീരജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പം നമുക്ക് ഫസ്റ്റ് റിക്വയർമെൻ്റ് ഒന്ന് വായിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻ്റ് ഒരു 3 മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, യു ഷുഡ് അസ്യൂം ദാറ്റ് ടുഡേയ്സ് ഡേറ്റ് ഈസ് 1st September 2025. State the reliefs available to Amelia in respect of a trading loss of the year ending 31st March 2026 on the assumption that Amelia does not wish to carry forward any of the loss. ഇപ്പോൾ റിക്വയർമെൻറ്റ് ക്ലിയർ ആണല്ലോ. അമേലിയയ്ക്ക് ഒരു ട്രേഡിംഗ് ലോസ് വന്നു 31st March 2026, ഇയർ എൻഡ് ആണ്. അപ്പോൾ ആ ഒരു ഇയറിലെ ലോസ് ആണ്, ട്രേഡിംഗ് ലോസ് ആണ്. ദെൻ ഈ പുള്ളിക്കാരിക്ക് ഈ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡിംഗ് ലോസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം? ക്യാരി ഫോർവേഡ് ലോസ് റിലീഫ് ഉണ്ട്, അത് ഇതിൽ ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ ടെർമിനൽ ലോസ് ഉണ്ട്, അത് ഇതിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഫൈനൽ പീരീഡ് ആണെങ്കിൽ ടെർമിനൽ ലോസ് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ ഫൈനൽ പീരീഡ് ആണോ നമുക്ക് അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഫൈനൽ പീരീഡ് ആണെങ്കിൽ ടെർമിനൽ ലോസ് പറ്റും. ഫൈനൽ പീരീഡ് ആയിരിക്കൂല, കാരണം ക്യാരി ഫോർവേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഫൈനൽ പീരീഡ് ആണെങ്കിൽ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഫൈനൽ പീരീഡ് ആയിരിക്കൂല. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ള 2 പോസിബിലിറ്റീസ്, ഒന്നെങ്കിൽ ഓപ്പണിംഗ് ഇയർ ലോസ് റിലീഫ് എടുക്കാം, അതല്ലെങ്കിൽ ലോസ് റിലീഫ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ഇതാണ് നമുക്ക് ഉള്ള 2 ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 ഇയർ ഓഫ് ട്രേഡിലുള്ള ലോസ് ആണെങ്കിലാണ് ഓപ്പണിംഗ് ഇയർ ലോസ് റിലീഫ് പറ്റുക. അല്ലെങ്കിൽ ഏതെന്നെ പറ്റുള്ളൂ? ലോസ് റിലീഫ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഇൻകം ആണ് പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് നോക്കാം. യെസ്, അപ്പോൾ അമേലിയൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അമേലിയ ഹാസ് ഓൺഡ് അൺഇൻകോർപ്പറേറ്റഡ് ബിസിനസ് AS ട്രേഡിംഗ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഏത് ലോസ് റിലീഫേ പറ്റുള്ളൂ? ലോസ് റിലീഫ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ റണ്ണിങ്ങിൽ ഇരിക്കുന്ന ഒരു ബിസിനസ്സിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ക്യാരി ഫോർവേഡ് ലോസ് റിലീഫ് എടുക്കാം, അല്ലെങ്കിൽ ലോസ് റിലീഫ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഇൻകം എടുക്കാം. അപ്പോൾ ക്യാരി ഫോർവേഡ് ഇതിൽ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലോസ് റിലീഫ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഇൻകം എടുക്കാൻ പറ്റുള്ളൂ. യെസ്, ദെൻ ഹാസ് സേവിങ്സ് ഇൻകം ഓഫ് 6,000 pounds each year, had rental income of 11,600 from UK residential property in the tax year 24-25. Then has no rental income in the tax year 25-26 as the letting ceased on 31st March 25. Sold this property on 30th April 25. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ? സേവിങ്സ് ഇൻകം ഉണ്ട്, എല്ലാ വർഷവും 6,000 വെച്ച് പുള്ളിക്കാരിക്ക് സേവിങ്സ് ഇൻകം ഉണ്ട്. ദെൻ 11,600 പ്രോപ്പർട്ടി ഇൻകം ഉണ്ടായിരുന്നു 24-25 ടാക്സ് ഇയറിൽ. ഓക്കെ, ദെൻ 25-26 ടാക്സ് ഇയറിൽ ഈ റെൻ്റൽ ഇൻകം ഇല്ല. ഓക്കെ, 31st March 25 ആ പ്രോപ്പർട്ടിയിൽ ലെറ്റിങ് സീസ് ചെയ്തു. April 25 പ്രോപ്പർട്ടി സെല്ല് ചെയ്തു. ഓക്കെ, ദെൻ ഇനി AS ട്രേഡിംഗ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇയാളുടെ ബിസിനസ്സിൽ വന്ന ലോസുകൾ ഇയർ എൻഡ് 31st March 25 30,000. അതായത് കഴിഞ്ഞ വർഷം ലോസ് ഉണ്ടാകുന്നതിൻ്റെ മുമ്പത്തെ വർഷം there was a
പ്രോഫിറ്റ്, ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണ് 30,000. ഇയർ എൻഡിങ് 31st March 26, 14,000 ആണ് ലോസ് വരിക. ഓക്കെ, ഫോർകാസ്റ്റ് ചെയ്യുന്ന ലോസ് 14,000 ആണ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ഡിസ്പോസൽസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അമേലിയയുടെ റീസെന്റ് ഉള്ള ക്യാപിറ്റൽ ഡിസ്പോസൽസ്, ഒരു പെയിന്റിങ് സെല് ചെയ്തിട്ടുണ്ട്, പെയിന്റിങ്ങിൽ ലോസ് ആണ്. ഒരു റെന്റൽ പ്രോപ്പർട്ടി, നമ്മളിവിടെ തൊട്ടു മുമ്പ് പറഞ്ഞ റെന്റൽ പ്രോപ്പർട്ടി 30th April സെല് ചെയ്തില്ലേ, ആ പ്രോപ്പർട്ടി സെല് ചെയ്തപ്പോൾ അതിലൊരു ഗെയിൻ ഉണ്ട് 45,000. ദെൻ ഷെയർസ് ഇൻ സ്വാട്സ് ലിമിറ്റഡ്, ഓക്കെ, ഒരു 28,000 ഷെയർസ് സെല് ചെയ്തിട്ട് 28,000 ഗെയിൻ ഉണ്ട്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ലോസും 2 ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ഇതെല്ലാം 24-20 ഇതെല്ലാം ഈ ആദ്യത്തെ ക്യാപിറ്റൽ ലോസ്, ഫസ്റ്റ് പെയിന്റിങ് വിറ്റപ്പോൾ ഉള്ള ക്യാപിറ്റൽ ലോസ് 1 June 2024 അത് 24-25 ടാക്സ് ഇയർ ആണ്. ഓക്കെ, പിന്നെ ഉള്ള ഈ റെന്റൽ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യുന്നതും ഷെയർസ് ഡിസ്പോസ് ചെയ്യുന്നതും 25-26 ടാക്സ് ഇയറിലാണ്. Okay, then all of these disposals were made to unconnected persons. Amelia had never lived in the UK rental property. റെന്റൽ പ്രോപ്പർട്ടിയിൽ താമസിച്ചിട്ടില്ല. അപ്പോൾ താമസിച്ചിട്ടില്ല എന്ന് എടുത്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? PRR കിട്ടില്ല എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാ. പ്രൈവറ്റ് റെസിഡൻസ് റിലീഫ് കിട്ടണമെങ്കിൽ താമസിക്കണ്ടേ, അപ്പോൾ PRR കിട്ടില്ല. ഓക്കെ, സ്വാട്സ് ലിമിറ്റഡ് ഈസ് എ അൺകോട്ടഡ് ട്രേഡിംഗ് കമ്പനി. Amelia sold the whole of her 3% shareholding in Swords Limited. She had acquired the shares in 2023. ഓക്കെ, 23 മേടിച്ചതാണ്, 3% ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത് സെല് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് അമേലിയയുടെ ഡീറ്റെയിൽസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോസിനെ, നമ്മുടെ ആദ്യത്തെ ലോസിനെ, ലോസ് വന്നിരിക്കുന്ന ഇത്ര എമൗണ്ട് അല്ലേ, അപ്പം ഇത്ര എമൗണ്ട് വരുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് റിക്വയർമെന്റ് അതല്ലേ ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ദി റിലീഫ് അവൈലബിൾ ടു അമേലിയ ഇൻ റെസ്പെക്ട് ഓഫ് എ ട്രേഡിംഗ് ലോസ് of the year ending 31st March 26 on the assumption that Amelia does not wish to carry forward any of the loss. അപ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റേറ്റ് ദി റിലീഫ് അവൈലബിൾ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇല്ല കമ്പ്യൂട്ടേഷനോ ടാക്സ് സേവിങ്സോ ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. എന്ത് മാത്രമേ ഉള്ളൂ? എന്ത് റിലീഫാണ് അവൈലബിൾ ആവുക? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. 1 second. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ദി ലോസ് ഓഫ് ദി ടാക്സ് ഇയർ 2025-26 can set off against the total income and chargeable gains of current year. അപ്പം നമുക്ക് കറണ്ട് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ ലോസ് ഉണ്ടായ വർഷം 2025-26 നിന്നോ ഓർ പ്രീവിയസ് ഇയർ. അപ്പൊ കറണ്ട് ഇയറിൽ നിന്നോ പ്രീവിയസ് ഇയറിൽ നിന്നോ സെറ്റ് ഓഫ് ചെയ്യാം. ആൻഡ് ഓർ. ഓക്കെ, അപ്പൊ കറണ്ട് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ കറണ്ട് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളത് പ്രീവിയസ് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അല്ല കറണ്ട് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ആ ലോസിനെ പ്രീവിയസ് ഇയറിലേക്ക് ക്യാരി ബാക്ക് ചെയ്യാം. ഓക്കെ, സോ കറണ്ട് ഇയറിൽ ദി ലോസ് ഓഫ് ദി ടാക്സ് ഇയർ 25-26 ക്യാൻ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദി ടോട്ടൽ ഇൻകം ആൻഡ് ചാർജബിൾ ഗെയിൻസ് ഓഫ് ദി കറണ്ട് ഇയർ 2025-26 and or the previous year 2024-25. ഓക്കെ, ദെൻ അപ്പൊ ഇത് നമ്മൾ കറണ്ട് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയറിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആൻഡ് അമേലിയ ക്യാൻ ചൂസ് ടു സെറ്റ് ഓഫ് choose the year of set off. ഓക്കെ, അപ്പൊ ഏത് ഇയറിൽ നിന്ന് ആദ്യം സെറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത് അമേലിയക്ക് എന്ത് ചെയ്യാം? അമേലിയക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അമേലിയ ക്യാൻ ചൂസ് ഇയർ ഓഫ് സെറ്റ് ഓഫ് വിച്ച് വുഡ് ബി
കൺസിഡർ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഏത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത് അമേലിയക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. നമുക്ക് ഏത് റിലീഫാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് റിലീഫാണ് ഇവിടെ അവൈലബിൾ ആവുക എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ലോസ് റിലീഫ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഇൻകം ആൻഡ് ചാർജബിൾ ഗെയിൻ ആണ് ഇതിൽ കിട്ടുന്ന ലോസ് റിലീഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. അപ്പോൾ കറണ്ട് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, പ്രീവിയസ് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ അമേലിക്ക് ചൂസ് ചെയ്യാം ഏത് ഇയർ ആദ്യം കൺസിഡർ ചെയ്യണം എന്നുള്ളത് അമേലിയക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഓക്കെ, ആദ്യത്തെ റിക്വയർമെൻറ്റിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, ചോദിച്ചതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള ആൻസറാണ്, നമ്മളത് പറഞ്ഞു. സോ ഇനി നമ്മുടെ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഒരു 8 മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ആണ്. 8 മാർക്കിൻ്റെ റിക്വയർമെൻറ്റിൽ പറയുന്നത് എക്സ്പ്ലെയിൻ വിത്ത് സപ്പോർട്ടിംഗ് കാൽക്കുലേഷൻസ് how much tax would be saved for each of the reliefs identified in requirement A. അതായത് ഇവിടെ നമ്മൾ റിലീഫ് ഒരെണ്ണമല്ലേ, നമ്മൾ റിക്വയർമെന്റ് എയിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത റിലീഫിൽ ഓരോ റിലീഫിലും എത്ര എമൗണ്ട് ഓഫ് ടാക്സ് സേവ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് സപ്പോർട്ടിംഗ് കാൽക്കുലേഷനോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി 2 റിലീഫല്ല, ഒരു റിലീഫാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ലോസ് റിലീഫ് അഗേൻസ്റ്റ് ടോട്ടൽ ഇൻകം ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ അതിൽ ഫസ്റ്റ് കറണ്ട് ഇയർ കൺസിഡർ ചെയ്യുമ്പോഴും ഫസ്റ്റ് പ്രീവിയസ് ഇയർ കൺസിഡർ ചെയ്യുമ്പോഴും വരുന്ന ടാക്സ് സേവിങ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2 സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പൊ ഇതിൽ 2 സിറ്റുവേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇഫ് അമീലിയ choose the current year first to set off the loss. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയർ ആണ് അമേലിയ ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ കറണ്ട് ഇയറിൽ അമേലിയയുടെ ഇൻകംസിന്റെ സ്റ്റാറ്റസ് നോക്കാം. അതായത് 31 March 2026 25-26 ടാക്സ് ഇയർ ആണ്. അപ്പോൾ 25-26 ടാക്സ് ഇയറിൽ വന്ന ലോസ് 14,000 ആണ് ലോസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആണ് വിത്ത് സപ്പോർട്ടിംഗ് കാൽക്കുലേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത് വേർഡിലാണ്. ഓക്കെ, ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതിൽ എക്സലിൽ തന്നെ കാണിക്കുന്നേ. ഓക്കെ, ദി trading loss is 14,000 in the tax year 2025-26 and it can set off against the total income of current year. So current yearലെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഈ കംപ്ലീറ്റ് ലോസിനെയും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ കറണ്ട് ഇയറിലെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് വി ഷുഡ് ഫസ്റ്റ് ഐഡന്റിഫൈ. നമ്മളത് ഫസ്റ്റ് കറണ്ട് ഇയറിലെ ലോസ് എത്രയാണെന്നുള്ളത് ഇനീഷ്യലി വി ഷുഡ് ഐഡന്റിഫൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ഇയറിലെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, there was a savings income every year 6,000 വെച്ചിട്ട് സേവിങ്സ് ഇൻകം ഉണ്ട്. ദെൻ റെന്റൽ ഇൻകം ഓഫ് 11,600 വാസ് ദയർ. അപ്പോൾ ഈ 11,600 ഈ ഇയറിലില്ല. ലോസ് ഉണ്ടാവുന്ന ഇയറിൽ ഈ പ്രോപ്പർട്ടി ഇൻകം ഇല്ല, നമ്മളോട് പറയുന്നില്ലേ. അതായത് ഈ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് 31 March 2025 വരെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇൻ ദി ടാക്സ് ഇയർ 25-26 ഈ പ്രോപ്പർട്ടി ഇൻകം ഇല്ല. അപ്പോൾ ഉള്ള ഒരേ ഒരു ഇൻകം എന്തേ ഉള്ളൂ, 6,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയറിൽ നിന്ന് ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, ദി ട്രേഡിംഗ് ലോസ് 14,000 ഇൻ ദി ടാക്സ് ഇയർ 25-26 full stop കൊടുക്കുക. And it can set off against the total income of current year 6,000. ഓക്കെ, അപ്പോൾ 6,000 നമുക്ക് ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ദിസ് ലോസ് റിലീഫ് ആക്ച്വലി നോട്ട് മേക്കിംഗ് എനി ടാക്സ് റിലീഫ്. അപ്പോൾ ശരിക്കും ഈ ലോസ് റിലീഫ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ടാക്സ് റിലീഫ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കാരണം ആകെ 6,000 ഇൻകം ഉള്ളൂ. ഈ ഇൻകം പേഴ്സണൽ അലവൻസിൽ കവേർഡ് ആയിക്കോളും. ഓക്കെ, സോ ആക്ച്വലി നോട്ട് മേക്കിംഗ് എനി ടാക്സ് റിലീഫ് ആസ് it will be
കവേർഡ് അണ്ടർ പേഴ്സണൽ അലവൻസ്. ഓക്കെ, പി എ ഞാൻ ഷോർട്ട് ആയിട്ട് ഇടുന്നുണ്ട് പേഴ്സണൽ അലവൻസ്. അപ്പോൾ ഇത് പേഴ്സണൽ അലവൻസിൽ കവേർഡ് ആവുന്ന ഒരു എമൗണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോസ് റിലീഫ് എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു അഡീഷണൽ ടാക്സ് സേവിങ്സ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലോസ് റിലീഫ് ഈ രീതിയിൽ ലോസ് റിലീഫ് എടുത്താൽ 14,000 ലോസിൽ 6,000 ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ആവും. ഇനി റിമൈനിങ് ലോസ് ഇല്ലേ, ദി റിമൈനിങ് ലോസ് അപ്പോൾ എത്രയുണ്ട്? റിമൈനിങ് ലോസ് എന്ന് പറയുന്നത് 14,000 ലോസ് ഉണ്ടായി, അതിൽ 6,000 ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ആയി, ബാക്കി ഇപ്പോൾ ഒരു 8,000 ലോസ് ഉണ്ടല്ലോ. ദി റിമൈനിങ് ലോസ് ഓഫ് 8,000 ക്യാൻ സെറ്റ് ഓഫ് against capital gains or chargeable gains. ഓക്കെ, അപ്പോൾ ചാർജബിൾ ഗെയിനിൽ നിന്ന് ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയറിൽ ലോസ് ഉണ്ടായി, കറണ്ട് ഇയറിൽ നിന്ന് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇയറിലെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആദ്യം കുറയ്ക്കാം. അപ്പോൾ കറണ്ട് ഇയറിൽ ആകെ ടോട്ടൽ ഇൻകം 6,000 ഉള്ളൂ, അത് ഓൾറെഡി പേഴ്സണൽ ലോൺസിൽ കവേർഡ് ആവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്ത് വരുന്നില്ല, ഒരു ടാക്സ് സേവിങ്സ് വരുന്നില്ല. Then our remaining loss of 8,000 we can set off against current year's capital gain. Total income set off ചെയ്ത് ലോസ് ബാക്കി ഉണ്ടെങ്കിൽ കറണ്ട് ഇയറിലെ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. സോ ക്യാപിറ്റൽ ഗെയിനിൽ കറണ്ട് ഇയറിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കറണ്ട് ഇയറിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, എന്താ ഒരു 45,000 ഈ റെന്റൽ പ്രോപ്പർട്ടി സെല് ചെയ്തിട്ടുള്ള ഗെയിൻ ഉണ്ട്, ഷെയർസ് സെല് ചെയ്തിട്ട് ഒരു 28,000 ഗെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ലോസിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയാണ് ദി റിമൈനിങ് ലോസ് നമുക്ക് ചാർജബിൾ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ചാർജബിൾ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. There will be enough amount of chargeable gains to set off the trading loss. അപ്പോൾ ട്രേഡിംഗ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ മാത്രമുള്ള ചാർജബിൾ ഗെയിൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ദി ലോസ് ഓഫ് 8,000 can set off against the gain of UK rental property 45,000. അപ്പോൾ ഈ 45,000 ഗെയിനിൽ നിന്ന് നമുക്ക് 8,000 ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ കാര്യമായിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഇല്ല. അതായത് കറണ്ട് ഇയറിൽ നിന്ന് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇതിൽ ട്രേഡിംഗ് നമ്മുടെ ഇൻകം ടാക്സിൽ നിന്ന് ആദ്യം സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ 6,000 ഉള്ളൂ, അപ്പോൾ അവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് ടാക്സ് റിലീഫ് ഉണ്ടാകുന്നില്ല. ദെൻ റിമൈനിങ് ലോസ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലേക്ക് കൊണ്ടുപോകും. ദെൻ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് ആ 45,000 നിന്ന് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ UK റെന്റൽ പ്രോപ്പർട്ടി, ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർജബിൾ ഗെയിനിൽ നിന്ന് നമ്മൾ ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 45,000 നിന്ന് 8,000 കുറയും. ഓക്കെ, 45,000 ഗെയിൻ ഉണ്ട്, അതിൽ 3,000 ആനുവൽ എക്സംഷൻ പോവും, ബാക്കി 45ൽ 3,000 പോയി കഴിഞ്ഞാൽ 42 ഉണ്ട്. ആ 42ൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം, 8,000 വീണ്ടും കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു എന്തുണ്ടാവും, ടാക്സ് സേവിങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കറണ്ട് ഇയറിൽ നിന്ന് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ വരിക, ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ നിന്നാണെങ്കിൽ, ഓക്കെ, പ്രീവിയസ് ഇയറിൽ നിന്ന് ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നതെങ്കിൽ നമുക്കതിൻ്റെ വർക്കിങ്സ് ഒന്ന് കാണിച്ചു കൊടുക്കാം. വർക്കിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആകെയുള്ളത്
ഒരു സേവിങ്സ് ഇൻകം ആണ്. ആകെ ഒരു സേവിങ്സ് ഇൻകം ഒരു 6,000 ഉണ്ട്. അപ്പോൾ ഈ 6,000 നമ്മൾ ട്രേഡിംഗ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യും, ട്രേഡിംഗ് ലോസ് സെറ്റ് ഓഫ് ചെയ്യും. ട്രേഡിംഗ് ലോസ് നമ്മൾ 6,000 സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, റിമൈനിങ് ലോസ് ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഗെയിൻ ഉണ്ട്. ഓക്കെ, ഷോർട്ടായിട്ട് ആർ പി എന്നിട്ടാണ്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഗെയിൻ ആണ്. പിന്നെ ഷെയർ വിറ്റിട്ടുള്ള ഗെയിൻ ഉണ്ട്. ഷെയർ എന്ന് പറയുമ്പോൾ നോർമൽ പ്രോപ്പർട്ടി ഗെയിൻ. ഓക്കെ, രണ്ട് ഗെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, നോർമൽ പ്രോപ്പർട്ടി. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, നോർമൽ പ്രോപ്പർട്ടി, നമ്മളിത് രണ്ടും കാണിച്ചു. ഇതിൽ രണ്ടിലും വരുന്ന ഗെയിൻസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഗെയിൻ 45,000 ഉണ്ട്, നോർമൽ പ്രോപ്പർട്ടി ഗെയിൻ 28,000 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട്, ആനുവൽ എക്സംപ്റ്റ് കുറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഗെയിനിൽ നിന്ന് ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആദ്യം കറണ്ട് ഇയർ ക്യാപിറ്റൽ ലോസ് ആണ് സെറ്റ് ഓഫ് ചെയ്യുക. കറണ്ട് ഇയറിൽ ഏതെങ്കിലും ക്യാപിറ്റൽ ലോസ് ഉണ്ടോ എന്ന് നോക്കും, അത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യണം. പിന്നെ കറണ്ട് ഇയറിലെ ട്രേഡിംഗ് ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, ദെൻ ട്രേഡിംഗ് ലോസ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ആനുവൽ എക്സംപ്ഷൻ സെറ്റ് ഓഫ് ചെയ്യണം. അതിനുശേഷമാണ് ക്യാരി ഫോർവേഡ് ലോസിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗെയിനിൽ നിന്ന് ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ ഇതാണ്. ഇത് 4 എഴുതണമെന്നില്ല, നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയാണ്. കറണ്ട് ഇയർ ക്യാപിറ്റൽ ലോസ് ആണ് ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. കറണ്ട് ഇയർ ക്യാപിറ്റൽ ലോസ് ഇല്ല, ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. പിന്നെ നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്യുക കറണ്ട് ഇയർ ട്രേഡിംഗ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് ഇയറിൽ ട്രേഡിംഗ് ലോസ് ഉണ്ട്. കറണ്ട് ഇയറിൽ 14,000 ട്രേഡിംഗ് ലോസ് ഉണ്ട്. 6,000 ഓൾറെഡി നമ്മൾ സേവിങ്സ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തു, ബാക്കി 8,000 ഉണ്ട്. അതാണ് നമ്മൾ ഇവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യുക. മൂന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആനുവൽ എക്സംപ്ഷൻ ആണ്. ആനുവൽ എക്സംപ്ഷൻ ഉണ്ട്, 3,000 നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. ഇനി നാലാമതാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ക്യാപിറ്റൽ ലോസിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ ക്യാരി ഫോർവേഡ് ക്യാപിറ്റൽ ലോസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പെയിന്റിങ് സെല് ചെയ്ത കാര്യം പറയുന്നുണ്ട്. പെയിന്റിങ് സെല് ചെയ്തത് ഇറ്റ് വാസ് ഇൻ 2024. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഒരു ലോസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പ്രീവിയസ് ഇയറിൽ മറ്റ് ഗെയിൻസ് ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ദർ വാസ് ഓൺലി എ ക്യാപിറ്റൽ ലോസ് ഓഫ് 10,700. അപ്പോൾ അതിന് അവിടുന്ന് പ്രീവിയസ് ഇയറിൽ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ദാറ്റ് ഷുഡ് ക്യാരി ഫോർവേഡ് ടു കറണ്ട് ഇയർ. സോ കറണ്ട് ഇയറിൽ നിന്ന് ഈ 10,700 നമ്മൾ ഡിഡക്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം വൈ വി ഷുഡ് ഡിഡക്ട് ഓൾ ദീസ് ഫിഗേഴ്സ് ഓൺ ഫ്രം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. അത് നമുക്ക് ഈ ലോസുകളെല്ലാം വി ക്യാൻ സെറ്റ് ഓഫ് either from residential property or normal property, and it will be most beneficial to deduct all these figures from the residential property. Residential property-ലാണ് ടാക്സ് റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതൽ. അപ്പം ഇതെല്ലാം ഇനീഷ്യലി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യം പ്രീവിയസ് കറണ്ട് ഇയറിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടേഷൻ വരിക. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടേഷൻ വരും. അപ്പോൾ വിത്ത് സപ്പോർട്ടിങ് കാൽക്കുലേഷനോട് കൂടി നമ്മൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. ഇത് ലോസ് ഉണ്ടാവുന്ന ഇയറിൽ നിന്ന് ആദ്യം ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്താലാണ് ഈ കാൽക്കുലേഷൻ എല്ലാം വരാം. ഇനി ഒരു ഓൾട്ടർനേറ്റീവും കൂടിയുണ്ട്. ഇഫ് അമീലിയ ചൂസ് ദി പ്രീവിയസ് ഇയർ first to set off the trading loss. ഓക്കെ, അപ്പൊ അമേലിയ പ്രീവിയസ് ഇയറിൽ നിന്നാണ് ആദ്യം ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിലേക്ക് ഈ ലോസിനെ കൊണ്ടുപോകുമ്പോൾ അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയറിലാണ് സെറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ പ്രീവിയസ് ഇയർ ഏതാണെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ടാക്സ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ 24-25 ടാക്സ് ഇയറിൽ ഓൾറെഡി അവർക്ക് ട്രേഡിംഗ് ഇൻകം ഉണ്ട്. പ്രീവിയസ് ഇയറിൽ 30,000 ട്രേഡിംഗ് ഇൻകം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷീ ക്യാൻ സെറ്റ് ഓഫ് ദി ലോസ് ഫ്രം ദി ട്രേഡിംഗ് ഇൻകം from trading income 30,000 നിന്ന് ഈ ട്രേഡിംഗ് ഇൻകത്തിന് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് ഇൻകം എത്ര കുറയും? 14,000 ട്രേഡിംഗ് ഇൻകം കുറയും.
ഓക്കെ, ദെൻ 14,000 13,000 നിന്ന് 14,000 പോയി കഴിഞ്ഞാലും റിമൈനിങ് എമൗണ്ടിൽ നിന്ന് പേഴ്സണൽ അലവൻസും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ അലവൻസ് വേസ്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് 30,000 നിന്ന് ഈ എമൗണ്ട് റെഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ അമേലിയാസ് taxable income will reduce by 14,000 and there will be a tax savings of 14. ഇയാളൊരു ബേസിക് റേറ്റ് ടാക്സ് പേയർ, പ്രീവിയസ് ഇയറിൽ ഷീസ് എ ബേസിക് റേറ്റ് ടാക്സ് പേയർ. അപ്പോൾ ബേസിക് റേറ്റ് ടാക്സ് പേയർ ആവുമ്പോൾ 20%, ഇത് ട്രേഡിംഗ് ഇൻകം അല്ലേ, അപ്പോൾ ഇത് 20%-ലായിരിക്കും ടാക്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 30,000 ട്രേഡിംഗ് ഇൻകം 14,000 കുറയും, ടാക്സബിൾ ഇൻകം 14,000 കുറയും. അപ്പോൾ ടാക്സ് സേവിങ്സ് ഉണ്ടാകുന്നത് എത്രയായിരിക്കും? 14,000-ന്റെ 20% ടാക്സ് സേവിങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 14,000-ന്റെ 20% എന്ന് പറയുമ്പോൾ 2,800. ഇത്ര എമൗണ്ട് ടാക്സ് സേവിങ്സ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് കറണ്ട് ഇയർ ആദ്യം എടുത്താലും പ്രീവിയസ് ഇയർ ആദ്യം എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയായിരിക്കും സിറ്റുവേഷൻ വരിക. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയൊരു കാര്യം കൂടിയുണ്ട്, ഇങ്ങനെ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാ. അതായത് നമ്മുടെ ഇവിടെ ഇൻകം ടാക്സിൽ കറണ്ട് ഇയറിൽ നിന്ന് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സിൽ ടാക്സ് സേവിങ്സ് ഒന്നുമില്ല. പക്ഷേ സി ജി ടിയിൽ ടാക്സ് സേവിങ്സ് ഇല്ലേ? അല്ലെ, സി ജി ടിയിൽ എത്രയാണ് ടാക്സ് സേവിങ്സ് ഉണ്ടാവുക? സി ജി ടിയിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഗെയിൻ എന്നുള്ളത് 23,300 ആയിട്ട് കുറയും. അതായത് 45,000 ഉള്ളത് ഇത്ര എമൗണ്ട് ആയിട്ട് കുറയും. അപ്പോൾ അതിൻ്റെ ആ കാര്യം കൂടി മെൻഷൻ ചെയ്യണം നമ്മൾ. അത് എന്താ കാൽക്കുലേഷനിൽ കാണിച്ചിട്ടുണ്ട്. ദർ വിൽ ബി എ ടാക്സ് സേവിങ്സ് ഇൻ സി ജി ടി. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഒരു സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ അത് 8,000 ഇൻറ്റു 18% ഓർ 24%. ഓക്കെ, അപ്പോൾ അത്ര എമൗണ്ടിൽ ടാക്സ് സേവിങ്സ് ഉണ്ടാവും എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലോസ് റിലീഫ് ആദ്യത്തെ റിക്വയർമെൻറ്റിൽ എങ്ങനെയൊക്കെ ലോസ് റിലീഫ് എടുക്കാമെന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ റിക്വയർമെൻറ്റിൽ അതിൽ ഓരോ സിറ്റുവേഷനും വരുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് ടാക്സ് സേവിങ്സ് ഉണ്ടാവും എന്നുള്ളത് വിത്ത് സപ്പോർട്ടിങ് കാൽക്കുലേഷനോട് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ റിക്വയർമെൻറ്റിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് അതൊന്ന് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക ആൻസർ. ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോവാം. മക്കളെ നോട്ട് ചെയ്തില്ലേ? സോ ഇനി നമ്മുടെ നെക്സ്റ്റ് റിക്വയർമെൻറ്റിലേക്ക് നമുക്ക് പോവാം. ഇനി നെക്സ്റ്റ് റിക്വയർമെൻറ്റ് നോക്കാം. ബി റിക്വയർമെൻറ്റ്. റിക്വയർമെൻറ്റ് ബിയിൽ പറയുന്നത് ഇതും ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വിത്ത് സപ്പോർട്ടിംഗ് കാൽക്കുലേഷൻസ് ദി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആൻഡ് ഇൻകം ടാക്സ് ഇംപ്ലിക്കേഷൻ ഫോർ അമേലിയ of the proposed sale of warehouse 1 and the acquisition of warehouse 2 and the forklift truck. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയും ഇൻകം ടാക്സിൻ്റെ ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു വെയർഹൗസ് 1 സെയിൽ ചെയ്യുന്നുണ്ട്, വെയർഹൗസ് 2 പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒരു ഫോക്ക് ലിഫ്റ്റ് ട്രക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സി ജി ടി ആൻഡ് ഇൻകം ടാക്സ് ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിനാരിയോ ഒന്ന് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ പ്രപ്പോസ്ഡ് സെയിൽ ഓഫ് വെയർഹൗസ് 1. അമേലിയ acquired warehouse 1 on 1st August 2019 for 86,000. Amelia will sell warehouse 1 on 1st August 2026 for its expected market value at that date of 1,18,000. AS Trading occupied 3 out of the 4 floors of warehouse 1. The remaining floor has been rented to tenants throughout Amelia's ownership of the building. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് വിറ്റു, അതിന് കിട്ടാൻ പോകുന്ന മാർക്കറ്റ് വാല്യൂ 1,18,000 ആണ്. ദെൻ അത് 86,000 പർച്ചേസ് ചെയ്ത അസറ്റാണ്. ദെൻ ഈ വെയർ ഹൗസിന് 4 ഫ്ലോർസ് ഉണ്ട്, അതിൽ 3 ഫ്ലോർസും
ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു, ഒരു ഫ്ലോർ നോൺ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വെയർഹൗസ് 1 റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി വെയർഹൗസ് 2, proposed purchase of warehouse 2. Amelia will purchase this warehouse on 1st June 2026. Okay, 1st June 2026. Structures and building allowance is not in respect of this warehouse. She will also acquire a forklift truck for use in the warehouse on 1st June 2026. Okay, Amelia will pay 83,000 pounds for warehouse 2 and will pay 23,000 pay for the forklift truck. Amelia will start to use the wall of warehouse 2 in her business from 1st August 2026. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വെയർഹൗസ് സെല്ല് ചെയ്യുന്നതും സെക്കൻഡ് വെയർഹൗസ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് വരാം? അപ്പോൾ ഇതിൽ ഫസ്റ്റ് വെയർഹൗസ് സെല്ല് ചെയ്യുന്നത്, ദി വെയർഹൗസ് 1 സോൾഡ് ഫോർ എത്ര എമൗണ്ടിനാണ് സെല്ല് ചെയ്യുന്നത്? അതിന്റെ മാർക്കറ്റ് വാല്യൂ ആ സമയത്ത് 1,18,000 ആണ്. ഓക്കെ, 1,18,000. ഇറ്റ്സ് കോസ്റ്റ് 86,000 ആയിരുന്നു. ഓക്കെ, സോ there will be a gain on the disposal. ഡിസ്പോസലുള്ള ഗെയിൻ അപ്പം എത്രയായിരിക്കും? നമുക്ക് 1,18,000 മൈനസ് 86,000, അപ്പം 32,000 അതിൽ ഗെയിൻ ഉണ്ടാവും. ഓക്കെ, ഗെയിൻ ഓൺ ദി ഡിസ്പോസൽ 32,000. അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. 1,18,000 മൈനസ് 86,000, ഇത്രയും എമൗണ്ട് ഓഫ് ഗെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഗെയിൻ അവിടെ വരും. ഇത്ര എമൗണ്ട് ഓഫ് ഗെയിൻ അവിടെ വരും. 32,000 ഗെയിൻ വരും. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു അസറ്റ് സെല്ല് ചെയ്യുകയും വേറൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോൾ ഓവർ റിലീഫ് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അമീലിയ ക്യാൻ ക്ലെയിം റോൾ ഓവർ റിലീഫ് on the disposal of the warehouse 1. ഓക്കെ, അപ്പോൾ വെയർഹൗസ് 1 നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അതിൽ റോൾ ഓവർ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? there is an acquisition of a new asset, new warehouse, acquisition of new warehouse within 1 year prior to disposal. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് റിലീഫ്, റോൾ ഓവർ റിലീഫ് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഒരു അസറ്റ് സെല്ല് ചെയ്യുകയും വേറൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്താലാണ് റോൾ ഓവർ റിലീഫ് കിട്ടുക. അപ്പോൾ 2 രീതിയിൽ റീപ്ലേസ്മെന്റ് ചെയ്യാം. നമ്മൾ ആദ്യം പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് പഴയ അസറ്റ് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ പഴയ അസറ്റ് സെല്ല് ചെയ്തിട്ട് പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 രീതിയിലും റീപ്ലേസ്മെന്റ് നടത്താം. അപ്പോൾ ഇവിടെ പഴയ അസറ്റ് സെല്ല് ചെയ്യുന്നത് 1st August 26-നാണ്. ഓക്കെ, പഴയ അസറ്റ് സെല്ല് ചെയ്യുന്നത് 1st August-നാണ്. ദെൻ പുതിയ വെയർഹൗസ് 2 അവർ പർച്ചേസ് ചെയ്യുന്നത് 1st June 26-നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അസറ്റ്, പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടാണ് പഴയ അസറ്റ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പഴയ അസറ്റ് സെല്ല് ചെയ്യുന്നതിൻ്റെ വിത്തിൻ 1 year പ്രയർ ആണ് പുതിയ അസറ്റ് മേടിച്ചതെങ്കിൽ റോൾ ഓവർ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഴയ അസറ്റ് സെല്ല് ചെയ്യുന്നത് ഓഗസ്റ്റിലും പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തത് ജൂണിലുമാണ്, വിത്തിൻ 1 year ആണ്. അപ്പോൾ റോൾ ഓവർ റിലീഫ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ടൈം പീരീഡിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഇതിൽ കംപ്ലീറ്റ് എമൗണ്ടും, പിന്നെ ഈ ഫോർക്ലിഫ്റ്റ് ട്രക്കിന് എന്ത് കിട്ടൂല? റോൾ ഓവർ റിലീഫ് കിട്ടൂല. അതായത് വെയർഹൗസിന് കിട്ടും. ദെൻ ദി ഫോർക്ലിഫ്റ്റ് ട്രക്ക് റോൾ ഓവർ റിലീഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോർക്ലിഫ്റ്റ് ട്രക്കിന് അവൈലബിൾ അല്ല. ഓക്കെ, ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ടോ പറയുന്നത്. ഓക്കെ, റോൾ ഓവർ റിലീഫ് നോട്ട് അവൈലബിൾ ഫോർ ദി അക്വിസിഷൻ ഓഫ് ഫോർക്ലിഫ്റ്റ് ട്രക്ക്. അതിന്റെ കാരണം എന്താണ്?
ബിക്കോസ് ഇറ്റ്സ് എ മൂവബിൾ അസറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് റോൾ ഓവർ റിലീഫ് കിട്ടണമെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ്സിനാണ് നമുക്ക് റോൾ ഓവർ റിലീഫ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് മൂവബിൾ അസറ്റ് ആയതുകൊണ്ട് എന്ത് കിട്ടൂല, ഇതിന് റോൾ ഓവർ റിലീഫ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അത് നമ്മൾ ഫോർക്ക് ലീഫ് ട്രക്കിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഇനി ഇതില് റോൾ ഓവർ റിലീഫ് ഇപ്പൊ പഴയ അസറ്റ് സെല്ല് ചെയ്തപ്പോൾ ഗെയിൻ വന്നത് എത്രയായിരുന്നു? നമ്മൾ ഇതിൽ കമ്പ്യൂട്ട് 32,000 ആണ് ഗെയിൻ വരിക. പുതിയ അസറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് അപ്പൊ ഇതിൽ കംപ്ലീറ്റ് എമൗണ്ട് ദർ വിൽ ബി എ റെസ്ട്രിക്ഷൻ ഇൻ ദി റോൾ ഓവർ റിലീഫ്. ഓക്കെ, ദർ വിൽ ബി എ റെസ്ട്രിക്ഷൻ ഇൻ ദി റോൾ ഓവർ റിലീഫ്. അപ്പൊ റോൾ ഓവർ റിലീഫിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റ്, അതായത് ഇവര് സെല്ല് ചെയ്ത അസറ്റ് കംപ്ലീറ്റ്ലി ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതായത് സെല്ല് ചെയ്ത അസറ്റ് വെയർഹൗസ് 1 സെല്ല് ചെയ്തപ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സ് എത്രയാ? പ്രൊസീഡ്സ് എന്ന് പറയുന്നത് വെയർഹൗസ് 1 കിട്ടുന്ന പ്രൊസീഡ്സ് 1,18,000 ആണ് പ്രൊസീഡ്സ് കിട്ടുന്നത്. ഓക്കെ, ദെൻ പ്രൊസീഡ്സ് 1,18,000 കിട്ടി. ദെൻ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 86,000 ആയിരുന്നു. 86,000 ഇതിന് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ ഇതിൽ വരുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് ആയിരിക്കും, 32,000 ഇതിന് ഗെയിൻ ഉണ്ടാവും. ദെൻ ഇതിന്റെ ബിസിനസ് യൂസേജ്, ഈ അസറ്റ് കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്ക് യൂസ് ചെയ്തിട്ടില്ല അല്ലെ, ഇതിന് എന്താ നോൺ ബിസിനസ് യൂസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബിസിനസ് യൂസേജിന്റെ നമ്മൾ ബിസിനസ്സിലേക്ക് എത്രത്തോളം ഈ അസറ്റ് യൂസ് ചെയ്തു അത്രയുമാണ് എന്ത് കിട്ടുള്ളൂ, നമുക്ക് റോൾ ഓവർ റിലീഫിന് എലിജിബിൾ ആവുള്ളൂ. അപ്പൊ ഇതിൽ നമ്മളോട് എടുത്തു പറയുന്നുണ്ട് 3 out of 4 ഫ്ലോസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഓക്കെ, AS ട്രേഡിംഗ് ഓക്യുപ്പൈഡ് 3 out of the 4 ഫ്ലോസ്. അപ്പൊ ഇതില് ഈ പ്രൊസീഡ്സിന്റെ 1/3, പ്രൊസീഡ്സിന്റെ 3/4 ഇതാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ കോസ്റ്റിന്റെയും കാണാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കോസ്റ്റിന്റെയും കാണാം. അപ്പോ ഇതിന് ടോട്ടൽ കിട്ടിയ പ്രൊസീഡ്സും കോസ്റ്റും ഗെയിനുമാണ് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിലുള്ളത് ഇതിന്റെ ബിസിനസ് യൂസ് പ്രപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 88,500 ആണ് ബിസിനസ്സിൽ യൂസ് ചെയ്ത പോർഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എത്ര എമൗണ്ട് പുതിയ അസറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് നോക്കുക. ഓക്കെ, അപ്പോ രണ്ടാമത്തെ വെയർഹൗസ്, അപ്പൊ നമ്മൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദി മാക്സിമം റോൾ ഓവർ റിലീഫ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 88,500. ഓക്കെ, അപ്പൊ 88,500 ആണ് മാക്സിമം നമുക്ക് എന്ത് കിട്ടുള്ളൂ, റോൾ ഓവർ റിലീഫ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതില് അല്ലെങ്കിൽ റോൾ ഓവർ അല്ല, 88,500 അല്ല, സോറി, 24,000 അത് പ്രൊസീഡ്സിന്റെ അല്ലേ. അതായത് 24,000 മേലെയുള്ള, അതായത് ബിസിനസ് യൂസ് പ്രൊഫഷന്റെ മാത്രം ഗെയിൻ എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പൊ മാക്സിമം റോൾ ഓവർ റിലീഫ് 24,000 നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് റെസ്ട്രിക്ട് ചെയ്തു. ഓക്കെ, അപ്പോ ദി എമൗണ്ട്, ഇവർ എത്ര എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്തു? ഓക്കെ, ഇവര് അമേലിയ സ്പെൻഡ് 83,000 ഫോർ അക്വയറിംഗ് ന്യൂ വെയർഹൗസ്. അപ്പോൾ ന്യൂ വെയർഹൗസിന് അമേലിയ സ്പെൻഡ് ചെയ്തത് 83,000 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ പ്രൊസീഡ്സ് ഫ്രോം ഓൾഡ് വെയർഹൗസ്, പ്രൊസീഡ്സ് ഫ്രോം വെയർഹൗസ് 1, ഞാൻ ഷോർട്ടായിട്ട് WH എന്നിടുകയാണ്. വെയർഹൗസ് 1 എന്നുള്ള പ്രൊസീഡ്സ് 88,500 ആണ്. ഓക്കെ, റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെയർഹൗസ് 2 വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 83,000 ആണ്. ഓക്കെ,
83,000 ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവർ റീഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷം ആഫ്റ്റർ റീഇൻവെസ്റ്റ്മെന്റ് ഇത്ര എമൗണ്ട് ആണ് കയ്യിലുള്ളത്. ഇതാണ് ഗെയിൻ ഇമ്മീഡിയറ്റ്ലി ചാർജബിൾ. ഓക്കെ, നമ്മുടെ ഗെയിൻ ഇമ്മീഡിയറ്റ്ലി ചാർജബിൾ എന്ന് പറയുന്നത് 5,500. അതായത് പഴയ അസറ്റ് വിറ്റ് അതിന്റെ ബിസിനസ് യൂസ് പ്രപ്പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ബിസിനസ് യൂസ് പ്രപ്പോർഷന്റെ പ്രൊസീഡ്സും കോസ്റ്റും ഗെയിനും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ 24,000 ആണ് ബിസിനസ് യൂസ് പ്രപ്പോർഷന്റെ ഗെയിൻ എന്ന് പറയുന്നത്. ദെൻ ഈ പ്രൊസീഡ്സിൽ 83,000 ആണ് പുതിയ അസറ്റിലേക്ക് അവർ റീഇൻവെസ്റ്റ് ചെയ്തത്. സോ ആഫ്റ്റർ റീഇൻവെസ്റ്റ്മെന്റ് ഈ 88,500-ൽ 83,000 അവർ റീഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി 5,500 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5,500-ന്റെ മേലെയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്യേണ്ടത്? CGT പേ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഈ ബിസിനസ് പ്രപ്പോർഷനിൽ 24,000-ൽ 5,500-ന്റെ മേലെ ഇപ്പോൾ CGT പേ ചെയ്താൽ മതി. സോ ദി റോൾ ഓവർ റിലീഫ് വിൽ ബി, റോൾ ഓവർ റിലീഫ് അപ്പോൾ എത്രയായിരിക്കും? ഇവർ ഈ ബിസിനസ് പ്രപ്പോർഷനിൽ 24,000-ന് ടാക്സ് അടയ്ക്കണ്ട, 5,500-ന് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ റോൾ ഓവർ റിലീഫ് എന്ന് പറയുന്നത് 18,500 ആയിരിക്കും റോൾ ഓവർ റിലീഫ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കമ്പ്യൂട്ടേഷൻ വൈസ് പറഞ്ഞു, അപ്പൊ ഈ സംഭവം തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ റോൾ ഓവർ റിലീഫ് 18,500 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്തും കൂടി പറയണം? ദി റോൾ ഓവർ റിലീഫ് വിൽ ബി ഡിഡക്റ്റഡ് from the base cost of the റീപ്ലേസ്ഡ് അസറ്റ്. റോൾ ഓവർ റിലീഫ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്ഡ് അസറ്റിന്റെ ബേസ് കോസ്റ്റിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പുതിയ അസറ്റിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ്, പുതിയ വെയർ ഹൗസ് അവർ റീപ്ലേസ് ചെയ്യുന്നത് എത്രയൊക്കെയാണ്? 83,000-നാണ് പുതിയ അസറ്റ് അവർ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റോൾ ഓവർ റിലീഫ് എന്ന് പറയുന്നത് 18,500 ആണ്. അപ്പോൾ 18,500 നമ്മൾ പുതിയ അസറ്റിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ 64,500 വരും. സോ 64,500 will be the base cost of the warehouse 2. അപ്പോൾ വെയർഹൗസ് 2-ന്റെ ബേസ് കോസ്റ്റ് ഈ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരിക? ഈ അസറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ, പഴയ ആ വെയർഹൗസ് 1 സെല്ല് ചെയ്ത് വെയർഹൗസ് 2 നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം വരുന്നത് എന്താ CGT-യിലാണ് അല്ലെ? ഈ കമ്പ്യൂട്ടേഷൻ എല്ലാം വരുന്നത് CGT-യിലാണ്. അപ്പൊ ഇൻകം ടാക്സിൽ ഇതിലെന്താണ് ഇംപ്ലിക്കേഷൻ? നമ്മളൊരു അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ CGT-യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഒരു പഴയ വെയർഹൗസ് സെല്ല് ചെയ്തു, പുതിയൊരു വെയർഹൗസും ഫോർക്ലിഫ്റ്റും നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ പഴയത് സെല്ല് ചെയ്തത് പുതിയത് ഒരു സെയിൽസും റീപ്ലേസ്മെന്റും നടന്നതുകൊണ്ട് വി ക്യാൻ ക്ലെയിം ഫോർ റോൾ ഓവർ റിലീഫ്. റിമൈനിങ് ഗെയിൻസിന്റെ മേലെ ടാക്സ് പേ ചെയ്യണം. ഓക്കെ, അതും കൂടെ പറയണേ. അതായത് ഇവിടെ ബിസിനസ് യൂസ് പെർസെൻറ്റേജും നോൺ ബിസിനസ് യൂസ് പെർസെൻറ്റേജും ഇല്ലേ? ഓക്കെ, അപ്പൊ നോൺ ബിസിനസ് യൂസും ഉണ്ടല്ലോ ഇവിടെ. അതായത് 1,18,000-ന്റെ 1/4 നോൺ ബിസിനസ് യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു 8,000 ഗെയിൻ, അതായത് ഈ പ്രോപ്പർട്ടി നമ്മൾ സെല്ല് ചെയ്തു, ടോട്ടൽ കിട്ടിയ പ്രൊസീഡ്സും കോസ്റ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ബിസിനസ് യൂസ് പെർസെൻറ്റേജ് നോൺ ബിസിനസ് യൂസ് പെർസെൻറ്റേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഗെയിൻ ഫ്രം ദി നോൺ ബിസിനസ് യൂസ് ഓഫ് ദി അസറ്റ് അവിടെ ഒരു 8,000 ഉണ്ട്. ഈ 8,000 കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. 8,000-ന്റെ മേലെ ടാക്സ് പേ ചെയ്യണം. ദെൻ ബിസിനസ് യൂസ് പോർഷന്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം? റോൾ ഓവർ റിലീഫ് ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിസിനസ് യൂസ് പേഴ്സന്റെ മേലെ റോൾ ഓവർ റിലീഫ് ക്ലെയിം ചെയ്തു. അത് ക്ലെയിം ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഗെയിൻ ചാർജബിൾ 5,500 ഉണ്ട്. അതിന്റെ മേലെ CGT പേ ചെയ്യണം. അപ്പോൾ അവിടെ റോൾ ഓവർ റിലീഫ് 18,500 വരും. അത് പുതിയ അസറ്റിന്റെ ബേസ് കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ദെൻ ദി ഗെയിൻ ഓഫ് 8,000 ഈസ് കംപ്ലീറ്റ്ലി ചാർജബിൾ. ഓക്കെ, അപ്പൊ അതും കൂടെ പറയണം. ദി ഗെയിൻ ഓഫ് 8,000 ഓഫ് ദി നോൺ ബിസിനസ് യൂസ് പെർസെൻറ്റേജ് portion will be completely taxable.
ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ചാർജബിൾ ആണ്. 8,000 കംപ്ലീറ്റ്ലി ചാർജബിൾ ആണ്. 24,000 നമുക്ക് എന്ത് ചെയ്യാം, റോൾ ഓവർ ലീഫ് ക്ലെയിം ചെയ്യാം. റോൾ ഓവർ ലീഫ് കഴിഞ്ഞിട്ട് 5,500 മേലെയാണ് വരിക. അപ്പോൾ ഇതാണ് ഒരു അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ വേറൊരു അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഫോർക്ക് ലിഫ്റ്റ് ഒരു മൂവബിൾ അസറ്റ് ആയതുകൊണ്ട് അതിനെന്തില്ല, റോൾ ഓവർ ലീഫ് കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം വരുന്നത് CGT-യുടെ ഇംപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ റിക്വയർമെന്റിൽ ചോദിച്ചത് ഇൻകം ടാക്സിലും CGT-യിലും വരുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്നാണ്. CGT-യിൽ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇൻകം ടാക്സിൽ ഒരു അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോഴും ഡിസ്പോസ് ചെയ്യുമ്പോഴും ഇൻകം ടാക്സിൽ എന്താണ് അതിൻ്റെ ഇത് വരിക, ഓക്കെ, എന്താണ് നമ്മൾ അതിന് ഇംപ്ലിക്കേഷൻ വരിക. അപ്പോൾ ഇത് ബിസിനസ്സിൽ യൂസ് ചെയ്ത അസറ്റ് നമ്മൾ സെല്ല് ചെയ്തതല്ലേ. അപ്പോൾ ബിസിനസ്സിൽ യൂസ് ചെയ്ത അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് അതെന്ത് വരും, ഡിസ്പോസൽ ആൻഡ് അക്യൂസിഷൻ. ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാമേ. ഡിസ്പോസലും അക്യൂസിഷനും നടക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വാല്യൂസിനെ എവിടേക്ക് എടുക്കും, ബിസിനസ്സിലെ ക്യാപിറ്റൽ അലവൻസിന്റെ കമ്പ്യൂട്ടേഷനിലേക്ക് എടുക്കും. അത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രം മതി, അതിന് വലിയ കമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ദി ഡിസ്പോസൽ ഓഫ് ഓൾഡ് അസറ്റ്സ് ആൻഡ് അക്യൂസിഷൻ ഓഫ് ന്യൂ അസറ്റ്സ് ടു എ ട്രേഡ് that will added with the new assets secured will be added with the capital allowance computation of the trade. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് മേടിക്കുന്നില്ലേ, ഇപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ഒരു മെഷീനറി അല്ലേ. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് എന്തിലേക്ക് നമ്മൾ എടുക്കും, ക്യാപിറ്റൽ അലവൻസിലേക്ക് എടുക്കും. ഓക്കെ, ട്രേഡിങ്ങിലേക്ക് മേടിക്കുന്നതാണ്. അപ്പോൾ അതിനെ ക്യാപിറ്റൽ അലവൻസിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് നമ്മൾ എടുക്കും. അപ്പോൾ അതിന് AE എലിജിബിൾ ആണെങ്കിൽ AE കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ക്യാപിറ്റൽ അലവൻസിലേക്ക് ഇതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ ഇൻകം ടാക്സിൽ വരുന്ന ഇംപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കൂടുതലും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരുന്ന CGT-യിലായിരിക്കും. അപ്പോൾ ട്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്ന അസറ്റാണ് സെല്ല് ചെയ്യുന്നത് അല്ലെ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇൻകം ടാക്സിൽ ആകെ വരുന്നത് ക്യാപിറ്റൽ അലവൻസിൽ മാത്രമായിരിക്കും. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ റിക്വയർമെൻറ്റ് ബിയിൽ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വിത്ത് സപ്പോർട്ടിങ് കാൽക്കുലേഷനോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റായില്ലേ? പിന്നെ നമുക്ക് അടുത്ത റിക്വയർമെന്റിലേക്ക് പോവാം. സോ നമ്മുടെ അടുത്ത റിക്വയർമെന്റ് ലാസ്റ്റ് റിക്വയർമെന്റ് ആണ്. ലാസ്റ്റ് റിക്വയർമെന്റ് ഇതാ. എക്സ്പ്ലെയിൻ വൈ അമേലിയ ക്യാൻ അപ്ലൈ ടു voluntarily deregister for VAT purposes on 31st March 2026. From what date a VAT registration would be cancelled and the immediate consequences for her ഡീരജിസ്റ്ററിങ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇത് വാറ്റിൻ്റെ ഡീരജിസ്ട്രേഷൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ വൈ അമേലിയ ക്യാൻ അപ്ലൈ ടു വളണ്ടർലി. അപ്പോൾ എന്തുകൊണ്ട് വളണ്ടർലി ഡീരജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഫ്രം വാട്ട് ഡേറ്റ് വാറ്റ് രജിസ്ട്രേഷൻ വുഡ് ബി ക്യാൻസൽ. അപ്പോൾ എന്ന് മുതൽ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. അപ്പോൾ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നത് ഇമ്മീഡിയറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ എന്നാണോ ഡീരജിസ്ട്രേഷൻ്റെ റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഡീരജിസ്ട്രേഷന് വേണ്ടി നമ്മൾ എന്നാണോ HMRC എടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് അന്ന് തന്നെ നമ്മുടെ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. അപ്പോൾ അതിൽ വലിയ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ വാറ്റിൻ്റെ ഡീരജിസ്ട്രേഷന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അന്ന് തന്നെ, ഇപ്പോൾ 31st മാർച്ചിനാണ് ഇവർ വോളണ്ടറിലി വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 31st മാർച്ചിന് അവർ വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിനി പറയേണ്ടത്? അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻ വായിച്ചു നോക്കാം. ഓക്കെ, AS ട്രേഡിംഗ് ടാക്സബിൾ ടേൺ ഓവർ ഫോർ വാറ്റ് പർപ്പസസ്.
ഓക്കെ, അപ്പോൾ AS ട്രേഡിങ്ങിൻ്റെ ടാക്സബിൾ ടേൺ ഓവറിൻ്റെ കാര്യമാണ്. ഇയർ എൻഡ് 31st March 25 92,000 ഉണ്ട് ടാക്സബിൾ ടേൺ ഓവർ. ഇയർ എൻഡിങ് 31st March 26 65,000 ടേൺ ഓവർ ഉള്ളൂ. ഇയർ എൻഡിങ് 31st March 27 79,000 ടേൺ ഓവർ ഉള്ളൂ. ഓക്കെ, Amelia expects that the taxable turnover of the business will continue to increase gradually in the next few years. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും, ഇത് വീണ്ടും ഇവരുടെ ഇത് ഇൻക്രീസ് ആവും, ടേൺ ഓവർ ഇൻക്രീസ് ആവും കുറച്ച് നെക്സ്റ്റ് ഇയേഴ്സിൽ. ഓക്കെ, AS ട്രേഡിംഗ് മേക്സ് ഓൺലി സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ്. Amelia wish to apply for voluntary deregistration for VAT purpose on 31st March 26. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട്, അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിൽ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് വോളണ്ടറിലി വാറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അമേലിയക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അത് പറയാൻ പറ്റും, ദി ടാക്സബിൾ ടേൺ ഓവർ എത്രയേ ഉള്ളൂ, അത് 65,000 ഉള്ളൂ. ഓക്കെ, 65,000 അത് നമ്മുടെ ഡീരജിസ്ട്രേഷൻ ലിമിറ്റിനേക്കാളും താഴെയാണ്. ഡീരജിസ്ട്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 88,000 ആണ്. ഓക്കെ, അപ്പോൾ 88,000-നേക്കാളും താഴെയാണ് നമ്മുടെ ഈ എമൗണ്ട് കിടക്കുന്നത്. ഓക്കെ, ഡീരജിസ്ട്രേഷൻ ലിമിറ്റിനേക്കാളും താഴെയാണ് എമൗണ്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അമേലിയക്ക് എന്ത് ചെയ്യാം, വോളണ്ടറി ഡീരജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഇതിന് എലിജിബിൾ ആണ്. അപ്പോൾ അതാണ് അതിലെ ഫസ്റ്റ് പോർഷൻ്റെ ആൻസർ. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓൺ വാട്ട് ഡേറ്റ് വാറ്റ് രജിസ്ട്രേഷൻ വിൽ ബി ക്യാൻസൽഡ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഇമ്മീഡിയറ്റ്ലി 31st March 26 തന്നെ വാറ്റിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയാം. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ദി ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ് ഫോർ ഹർ ഡീരജിസ്ട്രിങ്. അപ്പോൾ നമ്മൾ എപ്പോൾ വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്താലും, വോളണ്ടറിലി ഡീരജിസ്റ്റർ ചെയ്താലും, കമ്പൾസറിലി ഡീരജിസ്റ്റർ ചെയ്താലും, ഡീരജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് ആൻഡ് ഇൻവെൻട്രീസ് വിച്ച് ക്ലെയിംഡ്, ഞാനത് പറയാന്നല്ലേ പറഞ്ഞത്, അതായത് അസറ്റ്സിൻ്റെയും, അപ്പോൾ ഡീരജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ അസറ്റ്സും ഇൻവെൻട്രീസും ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്ത് ഇൻവെൻട്രീസ് ഉണ്ടോ അതിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് വാറ്റ് അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് കമ്പ്യൂട്ട് ചെയ്ത് പേ ചെയ്യണം. അതാണ് എപ്പോഴും വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കോൺസിക്വൻസ്. അതാണ് നമ്മൾ ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്ത കുറേ അസറ്റ് ഓൺ ദി ഡേറ്റ് ഓഫ് ഡീരജിസ്ട്രേഷൻ ഏതൊക്കെ അസറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ വിച്ച് ഈസ് ഓൾറെഡി ക്ലെയിംഡ് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്ത ഏതൊക്കെ അസറ്റ്സും ഇൻവെൻട്രീസും നമ്മുടെ കയ്യിലുണ്ടോ അതിൻ്റെ ഒക്കെ അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് ഔട്ട്പുട്ട് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മീൻസ് നമ്മളത് സെല്ല് ചെയ്യാണ്. ഓൺ ദി ഡേറ്റ് ഓഫ് ഡീരജിസ്ട്രേഷൻ വി ആർ സെല്ലിങ് ദോസ് അസറ്റ്സ്. ആ ഒരു അസംഷനിൽ നമ്മൾ അതിൻ്റെ മേലെ വന്ന ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്ത എല്ലാ അസറ്റിൻ്റെയും അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് ഔട്ട്പുട്ട് വാറ്റ് കമ്പ്യൂട്ട് ചെയ്ത് അത് പേ ചെയ്യണം. ഓക്കെ, അതാണ് ഡീരജിസ്ട്രേഷൻ്റെ സമയത്തുള്ള എന്താ പറയുക ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ 3 മാർക്കിന്റെ ക്വസ്റ്റൻ അല്ലേ. അപ്പൊ ഈ 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരാം. ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലാത്തുള്ളൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മോക്കിലെ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡോറിയാൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു 10 minutes ബ്രേക്ക് എടുത്തോ. 10 minutes ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡോറിയൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആവാനായി. അപ്പോൾ നമ്മൾ ഡീറ്റെയിലി ഡിസ്കസ് ചെയ്തുമ്പോൾ കുറേ ലേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കം ഒന്ന് വായിച്ചു നോക്കാം. ബേസിക്സ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ.
You should assume that today's date is 1st January 2026. You have been asked to provide advice to Dorian, the managing director of Top Limited, in relation to Top Limited's status as a closed company, the provision by the company of employment benefits to Dorian, and the late filing of the company's corporation tax return. അപ്പോൾ ഇതിലുള്ളത് ക്ലോസ് കമ്പനിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദെൻ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, ദെൻ ലേറ്റ് ഫയലിംഗ് പെനാൽറ്റി ഓഫ് കമ്പനി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് 4 മാർക്സിന്റെ റിക്വയർമെന്റ്. എക്സ്പ്ലെയിൻ വൈ ടോപ്പ് ലിമിറ്റഡ് ഈസ് ക്ലാസസ് ആസ് എ ക്ലോസ് കമ്പനി. അപ്പോൾ എന്തുകൊണ്ട് ഈ കമ്പനീനെ ക്ലോസ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു? അപ്പോൾ ക്ലോസ് കമ്പനി ആണോ അല്ലയോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ക്ലോസ് കമ്പനി ആൻഡ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ്സ് എ ക്ലോസ് കമ്പനി. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മളോട് ആദ്യം തന്നെ പറയുന്നത് ടോപ്പ് ലിമിറ്റഡിനെ പറ്റി പറയുന്നുണ്ട്. ടോപ്പ് ലിമിറ്റഡ് ഈസ് എ UK resident trading company and is also a closed company. Has 6 directors, Dorian and 5 others, unrelated individuals. Okay. Then has an accounting reference date is 30th April each year. Always pays all amounts due to HMRC by the due date. Okay, എല്ലാ അമൗണ്ടും കറക്റ്റ് ഡേറ്റിൽ പേ ചെയ്യുന്ന കമ്പനിയാണ്. It's not a large company for the purpose of being required pays corporation tax liability in installments. അപ്പോൾ ഇതൊരു ലാർജ് കമ്പനി അല്ല, സ്മോൾ കമ്പനിയാണ്. ഓക്കെ, ദെൻ ടോപ്പ് ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഡോറിയൻ ഈ കമ്പനിയിൽ 5% ആണ് ഷെയർ ഹോൾഡിംഗ്. ദെൻ അതർ 5 ഡയറക്ടേഴ്സ് ഈച്ച് ഹോൾഡിംഗ് 5%. അപ്പോൾ മറ്റ് 5 ഡയറക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഓരോരുത്തർക്കും 5% വെച്ച് 25% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ബേസിൽ ഡോറിയന്റെ ഫാദറാണ് 23%. അതർ അൺറിലേറ്റഡ് ഷെയർ ഹോൾഡേഴ്സ് 47%. ഓക്കെ, ബാക്കി എല്ലാവർക്കും ലെസ് ദാൻ 2% ആണ് ഷെയർ ഹോൾഡിംഗ് ഉള്ളത്. അപ്പോൾ ഈ കമ്പനി എങ്ങനെ ഒരു ക്ലോസ് കമ്പനി ആവും? അപ്പോൾ ഒരു കമ്പനി ക്ലോസ് കമ്പനി ആവുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കമ്പനി ക്ലോസ് കമ്പനി ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ്. 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് കമ്പനി ആവും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അവരെല്ലാം കമ്പനിയിലെ ഡയറക്ടേഴ്സും ആണെങ്കിൽ. ഓക്കെ, ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ആ കമ്പനിയിലെ ഡയറക്ടേഴ്സും കൂടി ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയിൽ 20 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, 20 ഷെയർ ഹോൾഡേഴ്സും കമ്പനിയിലെ ഡയറക്ടേഴ്സ് ആണ്. സോ ദാറ്റ്സ് എ ക്ലോസ് കമ്പനി. ഇപ്പോൾ ക്ലോസ് കമ്പനിയുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ അതാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 5 or fewer ഷെയർ ഹോൾഡേഴ്സ് കൺട്രോൾ ദി കമ്പനി. ഓക്കെ, 5 അതിൽ കുറവോ ഷെയർ ഹോൾഡേഴ്സ് കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ക്ലോസ് കമ്പനി ആയിരിക്കും. അപ്പൊ ഇവിടെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടല്ലോ, അസോസിയേറ്റഡ് ഷെയർ. അതായത് ഇപ്പോൾ ഡോറിയന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഡോറിയന്റെ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, വൈഫ്, അപ്പൊ അങ്ങനെ മറ്റാർക്കെങ്കിലും ഈ സെയിം കമ്പനിയിൽ ഷെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഷെയർ ഒരാളുടെ ഷെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഡോറിയൻ ഉള്ളത് 5% ഷെയർ ഹോൾഡിംഗ് ആണ്. ഓക്കെ, ഡോറിയന്റെ ഫാദറിനുള്ളത് 23% ഷെയർ ഹോൾഡിംഗ് ആണ്. അപ്പൊ ഇത് രണ്ടും ഒരാളുടെ ഷെയർ ഹോൾഡിംഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോറിയന്റെയും ഫാദറിനെയും കൂടിയിട്ട് 28% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ ബാക്കി ഡയറക്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് 25% ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമ്മളപ്പോൾ ഇവരെ നോക്കിക്കഴിയുമ്പോൾ ഈ ഇത്രയും ഷെയർ ഹോൾഡിംഗ്, ഇപ്പൊ അസോസിയേറ്റഡ് ഷെയർ എത്രയായി? 28 ആയി. പിന്നെ ബാക്കി ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ 25. അപ്പൊ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് എത്രയായി? അപ്പൊ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇവര് ഇത്രയും പേര് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് എത്രയാവുന്നുണ്ട്? അപ്പോൾ 5, 25, 30, 23 കൂടി വരുമ്പോൾ 53% ആവും. ഓക്കെ, അപ്പൊ ഈ കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് ഇത്രയും പേര് കൂടി. അപ്പൊ മേജർ 5 ഷെയർ ഹോൾഡേഴ്സിനെ എടുക്കുമ്പോൾ അവരാണ് ഈ കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഈ കമ്പനീനെ ആ ഒരു പർപ്പസും ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ റീസൺ അല്ല, ക്ലോസ് കമ്പനി ആവാൻ രണ്ട് റീസൺസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല, ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഡയറക്ടേഴ്സ് അല്ല. ദെൻ രണ്ടാമത്തത് 5 or ലെസ് ആൾക്കാരാണ് കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ഷെയർ ഹോൾഡേഴ്സിന് 5 പേർ എടുക്കുമ്പോൾ അവരുടെ കയ്യിലാണ് ഈ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ്, ആ കമ്പനിയുടെ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഉള്ളത് ഈ 5 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലാണ്. ഓക്കെ, മേജർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ അവരാണ് ഈ കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ റീസൺ കൊണ്ടാണ് ഇതൊരു ക്ലോസ് കമ്പനി ആവുന്നത്. അതാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലോസ് കമ്പനിയുടെ രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ മീറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ക്ലോസ് കമ്പനി. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ അസോസിയേറ്റഡ് ഷെയറിന്റെ കാര്യം കൂടി കണക്ട് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ആൻസർ. ഇനി നമ്മുടെ അടുത്ത റിക്വയർമെന്റ്, സെക്കൻഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് explain with supporting calculation the tax implication for both Dorian and Top Limited if Dorian repays 7,500 loan on 30th April 27 rather than 30th June 27. ഓക്കെ, അപ്പൊ ഇതില് എന്താണ്, ഇതില് ഡോറിയാൻ അപ്പോൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ പറയുന്നത്, ഇത് എക്സ്പ്ലനേഷൻ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിൽ പറയുന്ന എക്സ്പ്ലെയിൻ വിത്ത് സപ്പോർട്ടിംഗ് കാൽക്കുലേഷൻ ദി ടാക്സ് ഇംപ്ലിക്കേഷൻ ഫോർ ബോത്ത് ഡോറിയൻ ഓൺ ടോപ്പ് ലിമിറ്റഡ് ഇഫ് ഡോറിയൻ റീപേസ് 7,500 ലോൺ ഓൺ 30th April 27 റാദർ ദാൻ 30th June 27. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും സൈഡ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇത് ക്വസ്റ്റ്യനിലേക്ക് വരാം, എന്താണ് ഈ സംഭവം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ടോപ്പ് ലിമിറ്റഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഡോറിയന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഡോറിയന്റെ കാര്യങ്ങൾ, ഡോറിയൻ ഹാസ് ആൻ ആനുവൽ സാലറി 78,000 ഫ്രം ടോപ്പ് ലിമിറ്റഡ്, was provided with an interest-free loan of 7,500 from Top Limited on 6th April 24. Notional tax was payable on this loan by Top Limited. അതായത് ഡോറിയൻ ഷെയർ ഹോൾഡർ അല്ലേ, ഷെയർ ഹോൾഡർ ആണ്, ഡയറക്ടറാണ്. അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സിന് ക്ലോസ് കമ്പനിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ നോഷണൽ ടാക്സ് പേ ചെയ്യും. നോഷണൽ ടാക്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ക്ലോസ് കമ്പനിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ കൊടുക്കുന്ന എമൗണ്ടിന്റെ, അതായത് ലോൺ എമൗണ്ട് ഇൻറ്റു 33.75%, ഇത്രയും എമൗണ്ട് എന്ത് ചെയ്യണം, HMRCക്ക് ടാക്സ് കൊടുക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, ക്ലോസ് കമ്പനിയിൽ നിന്ന് ഷെയർ ഹോൾഡർക്ക് ലോൺ കൊടുത്താൽ ലോൺ എമൗണ്ട് ഇൻറ്റു 33.75% ടാക്സ് ആയിട്ട് HMRCക്ക് അടുത്ത കോർപ്പറേഷൻ ടാക്സിന്റെ കൂടെ കൊടുക്കണം. 9 months and 1 day കൊടുക്കണം. ഓക്കെ, അതാണ്. അപ്പോൾ നോഷണൽ ടാക്സ് ഇതിൽ പേ ചെയ്യാൻ ലയബിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ലോൺ ഈസ് ഡ്യൂ ടു റീപേ ദിസ് ലോൺ ഓൺ 30th June 27. അപ്പൊ ഈ ലോൺ കൊടുക്കുന്നത് 6th April 24 അത് റീപേ ചെയ്യേണ്ടത് 30th June 27 റീപേ ചെയ്യേണ്ടത്. ബട്ട് മേ റീപേ ഇറ്റ് ഏർലിയർ ഓൺ 30th April. അത് ചിലപ്പോൾ 30th April 27 തന്നെ തിരിച്ചു കൊടുക്കും. ഓക്കെ, ഹാസ് നോ അതർ ഇൻകം, ഡോറിയന് മറ്റ് ഇൻകംസ് ഒന്നുമില്ല. വർക്ക്സ് ഫുൾ ടൈം അറ്റ് ടോപ്പ് ലിമിറ്റഡ്സ് ഓഫീസ് ഇൻ ലണ്ടൻ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് ലിമിറ്റഡിൽ തന്നെയാണ് ആൾ വർക്ക് ചെയ്യുന്നത്, വേറെ ഇൻകംസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇതില് ഇങ്ങനെ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ഡോറിയന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഡോറിയൻ അവിടുത്തെ എംപ്ലോയി ആണ്. അവിടുത്തെ എംപ്ലോയി ആയതുകൊണ്ട് കമ്പനിയിൽ നിന്ന് ലോൺ കിട്ടുമ്പോൾ ലോൺ ബെനിഫിറ്റ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ലോൺ ബെനിഫിറ്റ് ഡോറിയന് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, എക്സംപ്റ്റഡ് ആവാനുള്ള കാരണം എന്താ, 10,000 താഴെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. നമ്മൾ ആസ് എൻ എംപ്ലോയി നമുക്ക് കമ്പനിയിൽ നിന്ന് ലോൺ കിട്ടുകയാണെങ്കിൽ ലോൺ ബെനിഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം നോർമൽ കേസിൽ. പക്ഷേ ഇൻ കേസ് ആ ലോൺ എമൗണ്ട് 10,000 pound താഴെയാണെങ്കിൽ ലോൺ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അത് എക്സംപ്റ്റഡ് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഡോറിയന്റെ സൈഡിൽ നോക്കുമ്പോൾ അത് എക്സംപ്റ്റഡ് ബെനിഫിറ്റ് ആയിരിക്കും. ഇനി കമ്പനിയുടെ സൈഡിൽ നോക്കുമ്പോൾ, അപ്പോൾ ഡോറിയൻ അതിൽ ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. ഡോറിയന് കമ്പനിയിൽ നിന്ന് ലോൺ കൊടുക്കുന്നു, ലോവർ എമൗണ്ട് ആയതുകൊണ്ട് ഡോറിയൻ അത് എക്സംപ്റ്റഡ് ബെനിഫിറ്റ് ആണ്. അതിന്റെ മേലെ ഡോറിയൻ ഇൻകം ടാക്സോ കാര്യങ്ങളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ടോപ്പ് ലിമിറ്റഡിന്റെ സൈഡിൽ നോക്കുമ്പോൾ ടോപ്പ് ലിമിറ്റഡിന് നോഷണൽ ടാക്സ് വരും. ഓക്കെ, അപ്പൊ നോഷണൽ ടാക്സ് എത്ര വരും, ലോൺ കൊടുക്കുന്ന എമൗണ്ട് 7,500ന്റെ 33.75%, ഇത്ര എമൗണ്ട് നോഷണൽ ടാക്സ് 2531, ഇത്ര എമൗണ്ട് കമ്പനി എന്ത് ചെയ്യണം,
HMRCക്ക് 2531 HMRCക്ക് കൊടുക്കണം. അപ്പോൾ ഇത് എപ്പോൾ കൊടുക്കണം? ഈ ലോണ് കൊടുത്തിട്ട് ഏത് പീരീഡിലാണോ ലോണ് കൊടുക്കുന്നത് ആ പീരീഡിലെ കോർപ്പറേഷൻ ടാക്സ് പേയ്മെന്റിന്റെ കൂടെ ഇതും കൂടെ കൊടുക്കണം. ഇപ്പോൾ കോർപ്പറേഷൻ ടാക്സ് എപ്പോഴാണ് പേ ചെയ്യുക? 9 months and 1 day അല്ലേ? ഓരോ അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ്, ഇത് സ്മോൾ കമ്പനി ലാർജ് കമ്പനി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 9 months and 1 ഡേക്കുള്ളിൽ ഈ 2531 കമ്പനി നോഷണൽ ടാക്സ് HMRCക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് ടോപ്പ് ലിമിറ്റഡിന്റെ സൈഡിലുള്ള കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ. ഇനി നമ്മളോട് ചോദിക്കുന്നത്, ഇത് 30th ജൂണിന് പകരം 30th ഏപ്രിലിൽ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിങ് റെഫറൻസ് ഡേറ്റ് 30th ഏപ്രിലാണ് ഈച്ച് ഇയർ. അപ്പൊ ഈ ലോണ് 30th ഏപ്രിൽ 27 കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അത് 26-27 ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ഡേ അല്ലേ? അപ്പൊ ആ ഡേറ്റിൽ അപ്പോൾ നമ്മൾ ഈ ലോൺ നോഷണൽ ടാക്സ് കൊടുക്കുമല്ലോ, അതായത് ഡോറിയന് ലോൺ കൊടുക്കുമ്പോൾ അതിന്റെ 33.75% ടോപ്പ് ലിമിറ്റഡ് HMRCക്ക് കൊടുക്കണം. ദെൻ ഡോറിയൻ ഈ ലോൺ റീപേ ചെയ്യുമ്പോൾ ആ പേ ചെയ്ത എമൗണ്ട് HMRC ടോപ്പ് ലിമിറ്റഡിന് തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഡോറിയന് ലോൺ കൊടുക്കുന്നു, ആ ലോൺ എമൗണ്ടിന്റെ 33.75% ടോപ്പ് ലിമിറ്റഡ് HMRCക്ക് കൊടുക്കും. ഇനി ഡോറിയൻ ഈ ലോൺ റീപേ ചെയ്യുന്നതിനനുസരിച്ച് HMRCക്ക് പേ ചെയ്ത എമൗണ്ട് HMRC റീഫണ്ടും കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് 30th ഏപ്രിലാണ് ഡോറിയൻ റീപേ ചെയ്യുന്നതെങ്കിൽ അത് 26-27 ടാക്സ് ഇയറിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ടാക്സ് ഇയർ അല്ല, അക്കൗണ്ടിങ് പീരീഡ്. അപ്പൊ 26-27 അക്കൗണ്ടിങ് പീരീഡിന്റെ ലാസ്റ്റ് ഡേയിൽ ഈ ലോൺ കംപ്ലീറ്റ്ലി ഡോറിയൻ റീപേ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ആ അക്കൗണ്ടിങ് പീരീഡിന്റെ ടാക്സ് പേയ്മെന്റ് ഡേറ്റ് ഇല്ലേ, അപ്പൊ ഈ 30th ഏപ്രിൽ 27 പേ ചെയ്യുകയാണെങ്കിൽ അത് അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡ് ആണ്. അപ്പൊ ഈ 30th ഏപ്രിൽ 27 കോർപ്പറേഷൻ ടാക്സ് ഈ ടോപ്പ് ലിമിറ്റഡ് എപ്പോൾ പേ ചെയ്യണം? 30th ഏപ്രിൽ കഴിഞ്ഞ് 9 months and 1 ഡേയിൽ പേ ചെയ്യണം. അപ്പൊ 30th ഏപ്രിൽ മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അപ്പൊ ഫസ്റ്റ് ഫെബ്രുവരി 2028 ഇവരുടെ അടുത്ത പേയ്മെന്റ് വരിക. അപ്പൊ 30th ഏപ്രിലിന് ഇവര് ഡോറിയൻ ഈ എമൗണ്ട് ലോൺ റീപേ ചെയ്താൽ ആ 30th ഏപ്രിൽ 27 ടാക്സ് പേ ചെയ്യേണ്ട ഫസ്റ്റ് ഫെബ്രുവരി 28. അപ്പൊ ഈ ഫസ്റ്റ് ഫെബ്രുവരി 28 HMRC എന്ത് ചെയ്യും? ഈ എമൗണ്ട് റീഫണ്ട് കൊടുക്കും. 2531 അതായത് ലോൺ എടുത്തപ്പോൾ കൊടുത്ത എമൗണ്ട് ഉണ്ടല്ലോ, അത് റീഫണ്ട് ചെയ്യും. ഇനി നേരെ മറിച്ച് ഇത് 30th ജൂണിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ, 30th ജൂൺ 27 കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, 30th ജൂൺ 27 കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത അക്കൗണ്ടിങ് പീരീഡ് ആയില്ലേ? അപ്പൊ അടുത്ത അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ആവുന്നത് എപ്പോഴായിരിക്കും? അടുത്ത അക്കൗണ്ട് 37 ജൂൺ വരും, ജൂൺ 27 എന്ന് പറഞ്ഞാൽ 27-28 അക്കൗണ്ടിങ് പീരീഡാണ്. ഓക്കെ, അപ്പൊ ആ അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡ് എന്ന് പറയുന്നത് 30th ഏപ്രിൽ 28 ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ ആണ് ഈ ലോൺ റീപേ ആള് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഫെബ്രുവരി ആവണ്ടേ റീഫണ്ട് കിട്ടണമെങ്കിൽ? ഓക്കെ, അപ്പൊ 30th ജൂണിന് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാവും? 30th ഏപ്രിൽ 28 എൻഡ് ആവുന്ന അക്കൗണ്ടിങ് പീരീഡിലായിരിക്കും ഇയാളിത് റീപേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതെപ്പോഴായിരിക്കും കൊടുക്കുക? 30th ഏപ്രിൽ 28 റീഫണ്ടുകളെല്ലാം കൊടുക്കുന്നത് ഫസ്റ്റ് ഫെബ്രുവരി 29 റീഫണ്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 27 റീപേ ചെയ്താലും 30th ജൂൺ 30th ഏപ്രിൽ 27 റീപേ ചെയ്താലും 30th ജൂൺ 27 റീപേ ചെയ്താലും 2530 കമ്പനിക്ക് ടോപ്പ് ലിമിറ്റഡിന് റീഫണ്ട് കിട്ടും HMRCയുടെ അടുത്തുനിന്ന്. പക്ഷേ അത് ഏപ്രിലാണ് കൊടുക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ഫെബ്രുവരിയിൽ റീഫണ്ട് എടുക്കാം. അതായത് ഫസ്റ്റ് ഫെബ്രുവരി 28 റീഫണ്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ജൂണിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയതിന് ശേഷമുള്ള 9 months and 1 ഡേയിലേ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് ഫെബ്രുവരി 29 റീഫണ്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു വ്യത്യാസമുണ്ട്, ഒരു കൊല്ലം താമസം എടുക്കും. ഓക്കെ, 30th ഏപ്രിലിന് പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം നേരത്തെ ഈ റീഫണ്ട് കിട്ടും. 30th ജൂണിലേക്ക് പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫെബ്രുവരി 29 റീഫണ്ട് കിട്ടുള്ളൂ. അതാണ് ഇതിലുള്ളൊരു ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് 7,500 ലോൺ കൊടുത്താൽ ലോണിൻ്റെ ഒരു നോഷണൽ ടാക്സ് HMRCക്ക് കൊടുക്കണം. പിന്നെ ആ ലോൺ റീപേ ചെയ്യുമ്പോൾ HMRCയെ തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഡേറ്റ് വെച്ചിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ബി റിക്വയർമെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നമ്മുടെ റിക്വയർമെൻറ്റ് സി ആണ്. ഇതും എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്, വേർഡിൽ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പ്ലെയിൻ വിത്ത് സപ്പോർട്ടിംഗ് കാൽക്കുലേഷൻ which of the two alternatives for providing assistance with travel costs will produce the lower overall cost for Dorian. ഓക്കെ, അപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, നമ്മളത് വായിച്ചിട്ടില്ല. രണ്ട് ഓൾട്ടർനേറ്റീവിൽ ഒരു ട്രാവലിംഗ് അസിസ്റ്റൻസ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാവലിംഗ് അസിസ്റ്റൻസ് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഏത് ഓൾട്ടർനേറ്റീവ് ആണ്, വിച്ച് ഓൾട്ടർനേറ്റീവ് വിൽ പ്രൊഡ്യൂസ് ദി ലോവർ ഓവറോൾ കോസ്റ്റ്? അപ്പോൾ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് ഡോറിയന് നല്ലത്? ഓക്കെ, വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ഡോറിയൻ? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോർട്ടിംഗ് കാൽക്കുലേഷനോട് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓൾട്ടർനേറ്റീവ് നമ്മൾ വായിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച് നിർത്തിയ സ്ഥലത്ത് നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Top limited assistance with Dorian's home to work travel cost. Top limited is considering two alternatives to assist Dorian with the cost of his daily travel from home to work for the tax year 26-27. ഓക്കെ, അപ്പോൾ ഡോറിയന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരാനുള്ള ഒരു ട്രാവലിംഗ് അസിസ്റ്റൻസ്, ഡെയിലി കമ്മ്യൂട്ടിംഗ് കോസ്റ്റിലൊരു അസിസ്റ്റൻസ് ടോപ്പ് ലിമിറ്റഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് കമ്പനി പറയുന്നത്, on 6th April 2026, Top Limited will make an interest-free loan to Dorian of 4,800, equal to the cost of his annual travel season ticket. Top Limited will write off this loan on 5th April 27. Dorian will incur no additional travel cost under this alternative. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഓൾട്ടർനേറ്റീവ്. കമ്പനി എന്ത് ചെയ്യും? 26-27 ടാക്സ് ഇയർ തുടങ്ങുമ്പോൾ ഒരു 4,800 ലോണായിട്ട് ഡോറിയന് കൊടുക്കും. ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്, ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോണായിട്ട് ഡോറിയന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് ആണ് 4,800 ആണ് ഡോറിയൻ്റെ സീസൺ ടിക്കറ്റിന് വരുന്ന കോസ്റ്റ്. അപ്പോൾ സീസൺ ടിക്കറ്റിന് വേണ്ട എമൗണ്ട് കമ്പനിയിൽ നിന്ന് ലോണായിട്ട് ഡോറിയന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടാക്സ് ഇയർ തുടങ്ങുമ്പോൾ 5th April 27 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലോൺ അങ്ങ് റൈറ്റ് ഓഫ് ചെയ്യും കമ്പനി. അതായത് കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കണ്ട, നെക്സ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ ഇത് കമ്പനി റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഡോറിയൻ എന്ത് വരില്ല? അഡീഷണൽ ട്രാവൽ കോസ്റ്റ് വരില്ല. ട്രാവൽ കോസ്റ്റിന് സീസൺ ടിക്കറ്റ് എടുക്കണം, അതിൻ്റെ പൈസ കമ്പനി കൊടുക്കും ലോണായിട്ട്. അടുത്ത കൊല്ലാകുമ്പോൾ കമ്പനി അത് റൈറ്റ് ഓഫ് ചെയ്യും. ഇതാണ് ആദ്യത്തെ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് വരുമ്പോൾ ഡോറിയൻ എത്ര കോസ്റ്റ് അഡീഷണലി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,800 ഡോറിയന് ലോണായിട്ടല്ലേ കൊടുക്കുന്നത്? ഓൾറെഡി ഡോറിയന് ലോൺ ഉണ്ടല്ലോ. അതായത് നമ്മളോട് തൊട്ട് മുമ്പത്തെ പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഡോറിയന് ഓൾറെഡി ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 7,500 കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡോറിയന് 7,500 ലോൺ ഉണ്ട്. അതിന് പുറമെ ഒരു 4,800 കൂടി ലോൺ കൊടുക്കുകയാണ് ഡോറിയന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇയാളുടെ ടോട്ടൽ ലോൺ എത്രയായി? ഇത്രയായില്ലേ? ടോട്ടൽ ലോൺ എമൗണ്ട് 12,300 ആയില്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ ലോണും കൂടി കൊടുക്കുമ്പോൾ ടോട്ടൽ ലോൺ 10,000 ക്രോസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇതൊരു ടാക്സബിൾ ബെനിഫിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 12,300 മേലെ എന്ത് വരും? ഡോറിയന് ഇത് ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ടിന്റെ മേലെ ഡോറിയൻ അപ്പോൾ ലോൺ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോറിയന്റെ ലോൺ ബെനിഫിറ്റ് എത്രയായിരിക്കും വരിക? അപ്പോൾ ഇതിൽ റീപേയ്മെന്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല, ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസിലുള്ള 7,500 റീപേയ്മെന്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡോറിയന് ഈ 4,800 കൂടി ലോൺ കൊടുക്കുമ്പോൾ ലോൺ എമൗണ്ട് 10,000 ക്രോസ് ചെയ്തു. അപ്പോൾ 26-27 ടാക്സ് ഇയറിൽ ഡോറിയന് ഇതൊരു ടാക്സബിൾ ബെനിഫിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ലോണിന്റെ മേലെ നമ്മൾ ബെനിഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലോണിലേക്കുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഈ എമൗണ്ട് ആണ്. റീപേയ്മെന്റിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും 12,300 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ മേലെ ഓപ്പണിംഗ്, നമ്മൾ ഇപ്പോൾ ആവറേജ് മെത്തേഡ് എടുക്കുകയാണെങ്കിൽ
ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2.25%. അതാണല്ലോ ബെനിഫിറ്റിന്റെ കമ്പ്യൂട്ടേഷൻ, ലോൺ ബെനിഫിറ്റിന്റെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും 12,300 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 12,300 ഇൻറ്റു 2.25%. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ട് ഡോറിയൻ എന്ത് വരും? 276.75, അതായത് 277. ഇത്ര എമൗണ്ട് ഡോറിയന്റെ ടാക്സബിൾ ബെനിഫിറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇത്ര എമൗണ്ട് ഡോറിയന് ടാക്സബിൾ ബെനിഫിറ്റ് വരും. ഓക്കെ, അപ്പൊ ടാക്സബിൾ ബെനിഫിറ്റ് 277 ഡോറിയന് വന്നു. ഓക്കെ, പിന്നെ ടാക്സബിൾ ബെനിഫിറ്റ് 277 വരും. ഈ ടാക്സബിൾ ബെനിഫിറ്റിന്റെ മേലെ ഡോറിയൻ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇത്രയും ബെനിഫിറ്റ് ഡോറിയന് കൂടും. 277 ഡോറിയന്റെ ബെനിഫിറ്റ് കൂടും. ബെനിഫിറ്റ് കൂടുമ്പോൾ ഇത്ര എമൗണ്ടും കൂടെ സാലറിയിലേക്ക് ആഡ് ആവും. അപ്പൊ ഇത്ര എമൗണ്ടും കൂടെ സാലറിയിലേക്ക് ആഡ് ആവുമ്പോൾ ഡോറിയന് അഡീഷണൽ ഇൻകം ടാക്സ് വരും. അഡീഷണൽ ഇൻകം ടാക്സ് എത്ര വരും? 277. ഡോറിയന്റെ സാലറി എത്രയാ പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ? ഡോറിയനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഡോറിയന് 78,000 സാലറി ഉണ്ട്. അപ്പോൾ ഡോറിയൻ ഒരു ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ്. അപ്പൊ അയാളുടെ ഇൻകത്തിലേക്ക് ഒരു 277 കൂടി കൂടിക്കഴിഞ്ഞാൽ 277 ഇൻറ്റു 40%, ഇത്ര എമൗണ്ട് അഡീഷണൽ ഇൻകം ടാക്സ് ഡോറിയന് വരും. ഓക്കെ, അപ്പൊ ഡോറിയന് അഡീഷണൽ ഇൻകം ടാക്സ് 111 വരും ഇത് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അതേപോലെ ഈ ലോണ് അപ്പോൾ 2026-27 ഈ ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് ഇയാൾക്ക് ഒരു 111 അഡീഷണൽ കോസ്റ്റ് വരും. അതുകൂടാതെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് നെക്സ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ ഈ ലോണ് റൈറ്റ് ഓഫ് ചെയ്യും. അതായത് ഈ കമ്പനിയിൽ ടോപ്പ് ലിമിറ്റഡിൽ ഡോറിയൻ ഷെയർ ഹോൾഡറാണ്. ഷെയർ ഹോൾഡർക്ക് ഒരു ലോണ് കൊടുത്ത് ആ ലോണ് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്? ഷെയർ ഹോൾഡർക്ക് ഒരു ലോണ് കൊടുക്കുന്നു, അതിന് പിന്നീട് ആ ലോണ് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് ഈ ടോപ്പ് ലിമിറ്റഡിൽ നിന്ന് ഷെയർ ഹോൾഡറായ ഡോറിയന് ഡിവിഡൻഡ് കൊടുത്തു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ലോൺ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ഡിവിഡൻഡ് ഇഷ്യൂഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇയാൾ എടുത്തിരിക്കുന്ന ലോണ് ഇതിന് കൊടുക്കുന്ന ലോണ് 4,800 ആണ്. അപ്പോൾ 4,800 എന്താണ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഇൻകം ഡോറിയന് കൂടും. ഓക്കെ, 4,800 ഡിവിഡൻഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഡിവിഡൻഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മേലെ ടാക്സ് വരൂലേ? ഡിവിഡൻഡ് ഇൻകം അഡീഷണലി വന്നു കഴിഞ്ഞാൽ എത്ര ടാക്സ് വരും? 4,800 ഇൻറ്റു ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ് ഡോറിയൻ. 33.75% ടാക്സും വരും. ഒരു 1620 ടാക്സ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് ഡോറിയന് അഡീഷണൽ കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഡോറിയന് വരുന്ന അഡീഷണൽ കോസ്റ്റ് ഇത്ര എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഇപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഇൻകം ടാക്സ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇതിൽ ചെറിയൊരു കാര്യമുണ്ട്. ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നിൽ റേറ്റ് ബാൻഡ് കിട്ടൂലേ? ഡിവിഡൻഡ് ഇൻകം നിൽ റേറ്റ് ബാൻഡ് ഉണ്ടല്ലോ. അതായത് 4,800 കംപ്ലീറ്റ്ലി ടാക്സ് അടയ്ക്കണ്ട. 4,800 എന്ത് ചെയ്യാം? 500 മൈനസ് ചെയ്യാം. ഓക്കെ, 500 മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര എമൗണ്ട് ടാക്സ് വരൂല. 1451. ഓക്കെ, അപ്പൊ ഡോറിയന് എന്താവും? 1562. ഓക്കെ, അപ്പൊ 1562 ഈ ഒരു ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോറിയന് വരുന്ന അഡീഷണൽ കോസ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഡോറിയന് ആദ്യത്തെ ഒരു ട്രാവലിംഗ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കമ്പനി സജസ്റ്റ് ചെയ്തത് 4,800 ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കാം, അടുത്ത കൊല്ലാകുമ്പോൾ ലോൺ റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിട്ട് ഈ എമൗണ്ട് കിട്ടുമ്പോൾ ഇയാൾക്ക് ലോൺ ബെനിഫിറ്റ് വരും. ലോൺ ബെനിഫിറ്റ് കൂടുമ്പോൾ ഇയാളുടെ എംപ്ലോയ്മെന്റ് ഇൻകം കൂടും, അപ്പൊ ഇൻകം ടാക്സ് കൂടും. അപ്പോൾ ഒരു 111 ഇൻകം ടാക്സിൽ ഇൻക്രിമെന്റ് വരും. പിന്നെ ഈ ലോൺ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ ക്ലോസ് കമ്പനി, ഡോറിയൻ ഈസ് എ ഷെയർ ഹോൾഡർ ഓഫ് ദി കമ്പനി. അപ്പോൾ 4,800 ഡിവിഡൻഡ് കൊടുത്തായിട്ട് കൺസിഡർ ചെയ്യും. ഡോറിയൻ ഈസ് എ ഹയർ റേറ്റ് ടാക്സ് പെയർ. സോ 4,800 ഡിവിഡൻഡ് ഇൻകം നിൽ റേറ്റ് ബാൻഡ് മൈനസ് ചെയ്ത് ബാക്കി എമൗണ്ടിന് ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻകത്തിന്റെ ടാക്സ് കൊടുക്കണം. അത് 1451 വരും. അപ്പൊ ഈ ഒരു ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോറിയന് അഡീഷണലി വരുന്ന കോസ്റ്റ് 1562 ആണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് ആദ്യത്തെ ഓൾട്ടർനേറ്റീവിൽ അഡീഷണലി ഡോറിയന് വരുന്ന കോസ്റ്റ്. ഇത് എക്സ്പ്ലനേഷൻ ക്വസ്റ്റൻ ആണ്. ഞാനത് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ, കാൽക്കുലേഷൻസ് ഞാൻ ചെയ്തു. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവ് 2 നോക്കാം. ഓൾട്ടർനേറ്റീവ് 2ൽ എന്താണ് ഇവർ പറയുന്നത്? ഓൾട്ടർനേറ്റീവ് 2ൽ പറയുന്നത്, രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഇതാണ്. ടോപ്പ് ലിമിറ്റഡ് വിൽ പേ ഡോറിയൻ എ മൈലേജ് അലവൻസ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? മൈലേജ് അലവൻസ് പേ ചെയ്യും. മൈലേജ് അലവൻസ് ഫോർ ഡ്രൈവിംഗ് ഹിസ് ഓൺ കാർ ടു വർക്ക് എമൗണ്ടിങ് ടു 3,600 for the year ending 5th April 27. Top Limited will pay an unconnected company an annual fee of 1,200 for car parking space for Dorian near the company's London office. Dorian has estimated that his current annual cost of driving from home to work is 5,220, including 1,320 for parking. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ആവുമ്പോൾ അപ്പം കമ്പനി എന്ത് ചെയ്യും? ഡോറിയന് മൈലേജ് അലവൻസ് ആയിട്ട് 3,600 കൊടുക്കും. ഓക്കെ, അപ്പോൾ 3,600 കമ്പനിയിൽ നിന്ന് മൈലേജ് അലവൻസ് ആയിട്ട് കൊടുക്കും. അപ്പം മൈലേജ് അലവൻസ്, ഒരു സെക്കൻഡ്, ഇതിൽ എത്ര മൈൽസ് ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതൊന്നും പറയുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിൽ മൈലേജ് അലവൻസ് നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ അബ്സെന്റഡ് ആയിപ്പോയി. ഓക്കെ, അതായത് ഇത് എന്തിനുള്ള ട്രാവൽ കോസ്റ്റ് ആണ് കമ്പനി അസിസ്റ്റൻസ് കൊടുക്കുന്നത്? ഡെയിലി ട്രാവൽ കോസ്റ്റ് ആണ്, ഡെയിലി കമ്മ്യൂട്ടിംഗ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡെയിലി കമ്മ്യൂട്ടിംഗ് കോസ്റ്റിന്റെ കോസ്റ്റ് ആക്ച്വലി ബെയർ ചെയ്യേണ്ടത് ആരാ? എംപ്ലോയി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡോറിയൻ ആളുടെ സ്വന്തം കാറിൽ ഡെയിലി ഓഫീസിൽ പോയി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് കമ്പനി കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ ബെനിഫിറ്റ് ആണ്. അത് നമുക്ക് മൈലേജ് അലവൻസിൽ കൺസിഡർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഡെയിലി കമ്മ്യൂട്ടിംഗ് ട്രാവലിങ്ങിന് വേണ്ടി അല്ലാതെ മറ്റേതെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ട്രാവലിങ്ങിന് ഇയാൾ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കമ്പനി അലവൻസ് കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ആ മൈലേജ് അലവൻസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യുക. ഇത് ഡെയിലി കമ്മ്യൂട്ടിംഗ് കോസ്റ്റ് ആണ്, അപ്പോൾ മൈലേജ് അലവൻസിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടൂല. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവിൽ പറയുന്നത് കമ്പനി ഡോറിയൻ എന്ത് കൊടുക്കും? 3,600 മൈലേജ് അലവൻസ് ആയിട്ട് കൊടുക്കും. അപ്പൊ ഈ 3,600 ഡെയിലി കമ്മ്യൂട്ടിംഗ് കോസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മൈലേജ് അലവൻസാ. അത് സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവ്ഡ് മൈലേജ് അലവൻസിന്റെ അണ്ടറിൽ കവേർഡ് ആവൂല, ഡെയിലി കമ്മ്യൂട്ടിംഗ് ആയതുകൊണ്ട്. അപ്പൊ ഇത്ര എമൗണ്ട് ഡോറിയന് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് വരും. ഓക്കെ, അഡീഷണൽ ബെനിഫിറ്റ് ആണ് 3,600. ഓക്കെ, അപ്പോ ഈ 3,600ന്റെ മേലെ, അപ്പൊ ഇത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതല്ലേ, അപ്പൊ ഈ 3,600ന്റെ മേലെ അഡീഷണൽ ഇൻകം ടാക്സ് വരും. ഡോറിയൻ ഒരു ഹയർ റേറ്റ് ടാക്സ് പെയർ അല്ലേ, അപ്പൊ ഇൻകം ടാക്സ് അഡീഷണലി വരും. അപ്പൊ ഇൻകം ടാക്സ് എത്ര വരും അഡീഷണലി? 3,600ന്റെ 40% ഇൻകം ടാക്സ് വരും. ദെൻ ഇത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് അല്ലേ, ക്യാഷ് ബെനിഫിറ്റിന്റെ മേലെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ക്ലാസ് 1 എംപ്ലോയി NIC കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഡോറിയൻ NIC അഡീഷണലി വരും. ഓക്കെ, ക്യാഷ് ആയിട്ട് ഒരു 3,600 കമ്പനിയിൽ നിന്ന് കൂടുതൽ കിട്ടുകയാണ്. അപ്പൊ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇൻകം ടാക്സ് കൂടും. ഇൻകം ടാക്സ് ഇത്ര എമൗണ്ട് കൂടും. അതെങ്ങനെയാണ് കിട്ടിയത്? 3,600 ഇൻറ്റു 40% ഇൻകം ടാക്സ് അത്രയും കൂടും, NICയും കൂടും. അപ്പോൾ നമ്മുടെ ഡോറിയന്റെ NIC, ഒരു സെക്കൻഡ്, ഡോറിയന്റെ NIC ക്ലാസ് 1 എംപ്ലോയി NIC ആണ്. ക്ലാസ് 1 എംപ്ലോയി NICയിൽ നമ്മുടെ പെർസെൻറ്റേജ് എങ്ങനെയാ? ഫസ്റ്റ് 12,570 വരെ 0, 12,570 മുതൽ 50,270 വരെ 8%, അതിന്റെ എക്സസ് വരുന്ന എമൗണ്ടിന് 2%. അപ്പൊ ഡോറിയന് ഓൾറെഡി സാലറി എത്രയുണ്ട്? 78 മറ്റേ ഇല്ലേ? അപ്പൊ NICയുടെ കമ്പ്യൂട്ടേഷൻ ഓൾറെഡി ഡോറിയൻ എവിടെയായിരിക്കും? 2%-ലായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അയാളുടെ ക്യാഷ് ബെനിഫിറ്റ് ഒരു 3,600 കൂടി കൂടുതൽ വരുമ്പോൾ 3,600ന്റെ മേലെ ഒരു 2% കൂടി NICയിലും ഇൻക്രിമെന്റ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഡോറിയന്
ഈ ഓൾട്ടർനേറ്റീവ് 2 എടുത്തു കഴിഞ്ഞാൽ 1512 അഡീഷണലി ഡോറിയന് കോസ്റ്റ് വരും. 1512 അഡീഷണൽ കോസ്റ്റ് വരും. ഓക്കെ, ദെൻ അപ്പൊ ഇത്ര എമൗണ്ട് അഡീഷണൽ ഇൻകം ടാക്സ് ആൻഡ് NIC ഡോറിയന് ഇത്രയും വരും. ഓക്കെ, ഇനി അതേപോലെ ഈ ഓൾട്ടർനേറ്റീവില് ഇപ്പൊ ഡോറിയന് കറന്റ്ലി വരുന്ന എക്സ്പെൻസ് എത്രയാ? ഡോറിയന്റെ കറണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഈ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ, ടോപ്പ് ലിമിറ്റഡ് വിൽ പേ ആൻ അൺകണക്റ്റഡ് കമ്പനി ആൻ ആനുവൽ ഫീ ഓഫ് 1200 ഫോർ പാർക്കിംഗ് സ്പേസ്. അതായത് ഡോറിയന് കമ്പനി ഒരു പാർക്കിംഗ് സ്പേസ് മേടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡോറിയന്റെ സ്വന്തം കാർ യൂസ് ചെയ്യണം. അപ്പൊ കാറിൽ അടിക്കാനുള്ള പെട്രോൾ കോസ്റ്റ് ആയിട്ട് 3600 ഡോറിയന് കമ്പനിയിൽ നിന്ന് കൊടുക്കും. ഓക്കെ, പിന്നെ അതേപോലെ ഡോറിയന് പാർക്കിംഗ് സ്പേസിന് ഒരു 1200 പാർക്കിംഗ് സ്പേസും കമ്പനി കൊടുക്കും. അപ്പോൾ കമ്പനിയിൽ നിന്ന് എംപ്ലോയിക്ക് പാർക്കിംഗ് സ്പേസ് കൊടുക്കുന്നത് എക്സെപ്റ്റഡ് ബെനിഫിറ്റ് ആണ്. നമ്മുടെ എക്സെപ്റ്റഡ് ബെനിഫിറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഫീസ് പെയ്ഡ് ബൈ ദി കമ്പനി. അപ്പൊ കമ്പനി പാർക്കിംഗ് സ്പേസ് കൊടുക്കുന്നത് എക്സെപ്റ്റഡ് ബെനിഫിറ്റ് ആണ്. അപ്പൊ പാർക്കിംഗ് സ്പേസിന്റെ 1200 മേലെ ഡോറിയൻ അത് എക്സെപ്റ്റഡ് ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഇൻകം ടാക്സോ NIC വരൂല. ഓക്കെ, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3600 മേലെ അഡീഷണൽ ഇൻകം ടാക്സും വരും, NICയും വരും. 1200 മേലെ ഇൻകം ടാക്സോ NICയോ വരില്ല, കാരണം അത് എക്സംപ്റ്റഡ് ബെനിഫിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ ഡോറിയന് ഇപ്പോ കറണ്ട് ആനുവൽ കോസ്റ്റ് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എത്രയാ? 5220. അപ്പൊ കറണ്ട് കോസ്റ്റ് ഡോറിയന് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയാണ്? 5220 വരുന്നുണ്ട്. 5220 അയാൾക്കിപ്പോ കറണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കമ്പനി അയാൾക്ക് പേ ചെയ്യുക. എത്ര എമൗണ്ടാണ് പേ ചെയ്യുക? 3600 ആണ്. ഓക്കെ, അത് ഇൻക്ലൂഡിങ് പാർക്കിംഗ് ഫീസ് ആണ് 5220. ഓക്കെ, അപ്പോൾ ഡോറിയൻ ഇപ്പൊ വരുന്ന എക്സ്പെൻസ് 5220 ഇൻക്ലൂഡിങ് പാർക്കിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഡോറിയന് കറണ്ട് കോസ്റ്റ് 5220 വന്നു. ദെൻ കമ്പനി എത്ര പേ ചെയ്യും? കമ്പനി ഇയാൾക്ക് പേ ചെയ്യുന്നത് ഇനി ഇയാൾക്ക് പേ ചെയ്യുക 3600 കമ്പനി ഇയാൾക്ക് പേ ചെയ്യും. ഓക്കെ, അപ്പൊ അഡീഷണൽ കോസ്റ്റ് വരൂലേ? പിന്നെ ഇയാൾക്ക് എന്തില്ല, ഈ പാർക്കിംഗ് ഫീസ് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇനി പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട. അപ്പോ പാർക്കിങ്ങിനായിട്ട് ഇയാൾ കൊടുത്തുകൊണ്ടിരുന്നത് 1320. ഓക്കെ, അപ്പോ ഡോറിയൻ ഒരു 300 ആണ്. ഇപ്പൊ കറന്റ്ലി ഡോറിയന് വരുന്ന കോസ്റ്റ് 5220. കറന്റ്ലി ഡോറിയൻ എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്, പാർക്കിംഗ് അടക്കം. അപ്പൊ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഡോറിയൻ എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് 3600 കൊടുക്കും, പാർക്കിങ്ങിന്റെ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ 5220 മൈനസ് 1320, അതായത് പാർക്കിംഗ് ഫീസ് ഇനി ഉണ്ടാവില്ല. ദെൻ കറണ്ട് പാർക്കിംഗ് അടക്കം ഡോറിയന് വരുന്ന കോസ്റ്റ് ആണ് 5220. അപ്പോൾ 5220 മൈനസ് 1320. ഈ ഓർഡർ ഒന്ന് മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോറിയന് 3900 ആണ്. പാർക്കിംഗ് ഇനി ഉണ്ടാവില്ലല്ലോ, അപ്പൊ പാർക്കിംഗ് കോസ്റ്റ് ഇനി കൊടുക്കണ്ട. അപ്പൊ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 5220 ആണ് ഡോറിയന് നിലവിൽ വരുന്ന കോസ്റ്റ്. അപ്പൊ ഈ 5220 1320 പാർക്കിംഗ് ഫീസ് ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുത്ത് ഇനി പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോ ഡോറിയൻ അപ്പൊ നിലവിൽ എത്ര ട്രാവലിംഗ് കോസ്റ്റ് വരും? 5220 പാർക്കിംഗ് വേണ്ട, ബാക്കിയുള്ള പെട്രോൾ കോസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ 3900 ആയിരിക്കും ഡോറിയന് നിലവില്. ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ നിലവിൽ കയ്യിൽ നിന്ന് മുടക്കേണ്ടത് 3900 ആയിരിക്കും.
കമ്പനിയിൽ നിന്ന് എത്ര എമൗണ്ട് കൊടുക്കും? 3600 ആണ് കമ്പനിയിൽ നിന്ന് കൊടുക്കുക. അപ്പൊ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോറിയൻ അഡീഷണൽ കോസ്റ്റ് ഡോറിയൻ 300 കയ്യിൽ നിന്ന് തരണ്ടേ? ഓക്കെ, ഇത് ഇത് മനസ്സിലായില്ലേ? അതായത് നിലവിൽ ഇപ്പോൾ ഡോറിയൻ ആളുടെ കാർ എടുത്ത് കമ്പനിയിലേക്ക് വരുമ്പോൾ പാർക്കിംഗ് ഫീസ് അടക്കം 5220 പേ ചെയ്യണം. പാർക്കിംഗ് ഫീസും പെട്രോൾ കോസ്റ്റും ഒക്കെ കൂടിയിട്ട് 5220 പേ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോറിയന്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് പോകും? ഡോറിയൻ ആദ്യം കയ്യിൽ നിന്ന് എത്ര എടുത്ത് കൊടുക്കണം? വേറെ പാർക്കിംഗ് കമ്പനി മേടിച്ചു കൊടുത്തല്ലോ, അപ്പൊ പാർക്കിംഗ് ഫീസ് ഒഴിവായി. അപ്പോൾ 5220 പാർക്കിംഗ് ഫീസും കുറച്ച് 3900 ഡോറിയൻ കയ്യിൽ നിന്ന് ഇട്ടാൽ മതി പെട്രോൾ അടിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ 3900 3600 ആണ് കമ്പനി കൊടുക്കുക. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് അതാണല്ലോ, 3600 കൊടുക്കുക, പാർക്കിംഗ് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 300 അഡീഷണലി ഡോറിയന് കയ്യിൽ നിന്ന് ചിലവാകൂലേ? അല്ലേ? അപ്പൊ ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോറിയന് ടോട്ടൽ വരുന്ന കോസ്റ്റ് അപ്പൊ എത്രയാ? ഇൻകം ടാക്സും NICയും കൂടുതൽ വരും. പിന്നെ കയ്യിൽ നിന്ന് ഒരു 300 രൂപ പെട്രോൾ അടിക്കാനായിട്ട് അഡീഷണലി ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു 1812 ആണ് ഡോറിയന് അഡീഷണൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ഓൾട്ടർനേറ്റീവില് ഡോറിയൻ അഡീഷണൽ കോസ്റ്റ് വന്നത് 1562 ആണ്. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡോറിയൻ അഡീഷണൽ കോസ്റ്റ് വരുന്നത് 1812 ആണ്. ഓക്കെ, അപ്പോൾ ഡോറിയന്റെ സൈഡിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ അഡീഷണൽ 1562 ആണ് എന്താവുള്ളൂ, കയ്യിൽ നിന്ന് ഇറങ്ങുള്ളൂ. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താവും? 1812 കയ്യിൽ നിന്ന് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഒരു 250 പൗണ്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഓൾട്ടർനേറ്റീവ് 1 ആണ് ഡോറിയൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഓൾട്ടർനേറ്റീവ് 1ന്റെയും 2ന്റെയും. നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ പാർട്ട് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത ലാസ്റ്റ് റിക്വയർമെന്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് വിത്ത് റീസൺസ് ദി ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ടോപ്പ് ലിമിറ്റഡ്സ് കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ ഫോർ ദി ഇയർ എൻഡഡ് 30th April 2024 and the implications for top limited in respect of filing it late. Okay, state with reasons. ഓക്കെ, അപ്പൊ ഇയർ എൻഡ് 30th April 2024 30th April 2024 ഇതാണ് അവരുടെ ഇയർ എൻഡ്. അപ്പൊ ഈ ഇയർ എൻഡിലെ കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ അവർ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി വായിച്ചിട്ട് നമുക്കത് ആൻസർ ചെയ്യാം. ടോപ്പ് ലിമിറ്റഡ് filed its corporation tax return for the year ended 30th April 2024 on 29th August 2025. ഓക്കെ, അപ്പോൾ 30th April 2024 ടാക്സ് റിട്ടേൺ അവർ ലേറ്റ് ആയിട്ടല്ലേ ഫയൽ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതായത് ഇയർ എൻഡ് 30th April. ഇപ്പൊ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ടോപ്പ് ലിമിറ്റഡ് ഒരു ലാർജ് കമ്പനി അല്ല. ലാർജ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് ഒക്കെ 9 months and 1 day സിംഗിൾ ഇൻസ്റ്റാൾമെന്റിൽ പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ഇയർ എൻഡ് 30th April 2024 റിട്ടേൺ അവർ എപ്പോൾ ഫയൽ ചെയ്യണം? ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 1st. ഓക്കെ, അപ്പോൾ 1st ഫെബ്രുവരിക്കുള്ളിൽ ഇവർ 30th April 2024, 1st February 2025 ഇവർ 30th April 2024 റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, പക്ഷെ അവർ ഫയൽ ചെയ്തിരിക്കുന്നത് 29th August 2025 സോ ഇറ്റ് വാസ് ലേറ്റ്. ഓക്കെ, ദാറ്റ് വാസ് ലേറ്റ്. ദെൻ അപ്പോൾ 24 ഇയർ എൻഡിലെ റിട്ടേൺ ഫയൽ ചെയ്തത് ലേറ്റ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് HMRC issued a notice requiring the filing of its return on 8th June 2024. അപ്പോൾ 8th June നമ്മൾ റിട്ടേൺസ്, കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ 3 months ഫ്രം നോട്ടീസ് ഓഫ് റിട്ടേൺ, അതർവൈസ് 9 months and 1 day ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ റിട്ടേൺ ജൂണിലെ കിട്ടിയിട്ടുണ്ട്, 24 ജൂണിലെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോട്ടീസ് കിട്ടി 3 മാസവും കഴിഞ്ഞിട്ടാണ് 1st February വരുന്നത്. അപ്പൊ അതും കഴിഞ്ഞിട്ടാണ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലേറ്റ് ആണ്. ഈ ഒരു പീരീഡിൽ
റിട്ടേൺ അവർ ഫയൽ ചെയ്തത് ലേറ്റ് ആണ്. ഓക്കെ, പിന്നെ ടോപ്പ് ലിമിറ്റഡ് ഹാസ് ഫയൽഡ് ദി കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ ഫോർ ദി ഇയർ എൻഡ് 30th April 23 ഓൺ 6th July 24. ഓക്കെ, അപ്പോൾ അടുത്ത റിട്ടേൺ ഫയൽ ചെയ്തത് 30th April 23 റിട്ടേൺ ഫയൽ ചെയ്തത് 6th July 24 അപ്പോൾ അതും എന്തായി, ലേറ്റ് ആയി. ഓക്കെ, അപ്പോൾ അടുപ്പിച്ച് 30th April 23 റിട്ടേണും 24 റിട്ടേണും ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്തു. ദെൻ ഓൾ പ്രീവിയസ് കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ ഹാഡ് ബീൻ ഫയൽഡ് ഓൺ ടൈം. ബാക്കിയുള്ള റിട്ടേൺസ് എല്ലാം ഓൺ ടൈമിൽ ഫയൽ ചെയ്തു. അതായത് 23ലെയും 24ലെയും ലേറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 30th April 24 കേസാണ് അല്ലേ. 30th April 24 കോർപ്പറേഷൻ ടാക്സ് എപ്പോൾ നമ്മൾ ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ മൂന്നാമത്തെ റിക്വയർമെന്റിൽ നമ്മൾ കമ്പനീസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ലേറ്റർ ഡേറ്റ് ഓഫ് 2 days. ലേറ്റർ ഡേറ്റ് എന്ന് പറയുന്നത് 9 months and 1 day, അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള 9 months and 1 day, അതല്ലെങ്കിൽ 3 months ഫ്രം നോട്ടീസ് ഓഫ് റിട്ടേൺ. ഇതിൽ ലേറ്റർ ഡേറ്റിനുള്ളിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാട്ടോ, സ്റ്റേറ്റ് വിത്ത് ദി റീസൺസ്. അപ്പോൾ നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ടോപ്പ് ലിമിറ്റഡ് ഷുഡ് ഫയൽ ദി കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ വിത്തിൻ ലേറ്റർ ഡേറ്റ് ഓഫ് ദീസ് 2 എന്നുള്ളത് പറഞ്ഞിട്ട് ഈ 2 ഡേറ്റ്സ് കാണിക്കുക. എന്നിട്ട് ആ ഡേറ്റ്സ് മെൻഷൻ ചെയ്യുക. 9 months and 1 day ആഫ്റ്റർ ദി അക്കൗണ്ടിങ് പീരീഡ് എൻഡ്. അക്കൗണ്ടിങ് പീരീഡ് എന്തായിരിക്കും 30th April 24. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 1st February 25 അതിന് നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 8th June. അപ്പോൾ 8th June കഴിഞ്ഞിട്ട് 3 മാസം. 8th June എന്ന് പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ 7th September 24 ഇതിൽ ലേറ്റർ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യണം. അപ്പോൾ ലേറ്റർ ഡേറ്റ് എന്ന് പറയുന്നത് ഇതാ. ഓക്കെ, അപ്പോൾ അവർ 1st February 25 ഫയൽ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സ്റ്റേറ്റ് വിത്ത് റീസൺസ് ദി ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ടോപ്പ് ലിമിറ്റഡ്സ് കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ ഫോർ ദി ഇയർ എൻഡ് 30th April 24. ഓക്കെ, അപ്പോൾ 30th April 24 റിട്ടേൺ ഈ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ ആൻഡ് ദി ഇംപ്ലിക്കേഷൻസ് ഫോർ ടോപ്പ് ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഫയലിംഗ് ഇറ്റ് ലേറ്റ്. അപ്പോൾ ഇത് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ ആണ് വരിക? നമ്മുടെ കോർപ്പറേഷൻ ടാക്സിന്റെ ലേറ്റ് ഫയലിംഗ് ഇംപ്ലിക്കേഷൻ ഇല്ലേ, അപ് ടു 3 months വരെ ആണെങ്കിൽ £100, 3 to 6 months ആണെങ്കിൽ £200, അങ്ങനെയല്ലേ? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ജസ്റ്റ് നമുക്കൊന്ന് റെഫർ ചെയ്യാം. കംപ്ലീഷൻ ഓഫ് ടാക്സ് റിട്ടേൺ, കംപ്ലീഷൻ കമ്പനിയുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ, ലേറ്റ് സബ്മിഷൻ ഓഫ് കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ 3 months വരെ £100, ദെൻ മോർ ദാൻ 3 months ബട്ട് ലെസ് ദാൻ 6 months ആണെങ്കിൽ £200, മോർ ദാൻ 6 months ബട്ട് ലെസ് ദാൻ 12 months. അപ്പോൾ ഇവിടെ ഇവർ ഫയൽ ചെയ്യേണ്ടത് 1st February 25 ഇവർ ഫയൽ ചെയ്തത് എപ്പോഴാണ്? നമ്മളോട് പറയുന്നത് 29th August. ഇപ്പൊ 29 August 25. അപ്പൊ ഈ ഡേറ്റിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1st February മുതലൊന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി, 1st March, April, May, June, July, August. അപ്പോൾ 1st August ആകുമ്പോഴേക്കും 6 months ആയി. ഫയൽ ചെയ്തിരിക്കുന്നത് 29th August അപ്പോൾ മോർ ദാൻ 6 months ഡിലേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോർ ദാൻ 6 months ബട്ട് ലെസ് ദാൻ 12 months ആണ്. അപ്പോൾ ഇത്ര എമൗണ്ട് ആണ് അവർക്ക് പെനാൽറ്റി വരിക. ഓക്കെ, അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് they have filed the return more than 6 months late but less than 12 months. So the penalty will be £200 plus 10% of the
ടാക്സ്. അപ്പോൾ ആ കോർപ്പറേഷൻ ടാക്സിൽ എത്ര എമൗണ്ട് ആണോ കോർപ്പറേഷൻ ടാക്സ് ഉണ്ടായിരുന്നത് അതിൻ്റെ 10%, 200 പ്ലസ് ആ കോർപ്പറേഷൻ ടാക്സ് റിട്ടേണിലെ കോർപ്പറേഷൻ ടാക്സിൻ്റെ 10%. അപ്പോൾ ഇത്ര എമൗണ്ട് ആണ് അവരെന്ത് ചെയ്യേണ്ടത്, ലേറ്റ് ഫയലിംഗ് പെനാൽറ്റിയുടെ ഇംപ്ലിക്കേഷൻ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്. അപ്പോൾ അതിൻ്റെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇംപ്ലിക്കേഷൻ ഇതാണ്. മോർ ദാൻ 6 months ബട്ട് ലെസ് ദാൻ 12 months ആണ് ഡിലേ ആയിരിക്കുന്നത്. സോ £200 പ്ലസ് ആ റിട്ടേണിലുള്ള കോർപ്പറേഷൻ ടാക്സിൻ്റെ 10%, അത്ര എമൗണ്ട് അവർക്ക് കോർപ്പറേഷൻ ഇതിന് പെനാൽറ്റി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി ആൻസറിങ് അല്ല, മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എക്സ്പ്ലനേഷൻ ചെയ്യണം, ഇതെല്ലാം എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടതാണ്. എക്സ്പ്ലനേഷൻ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഇത് ആൻസർ ചെയ്യാം കേട്ടോ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊരു ബെറ്റർ നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഈ ഒരു മോക്ക് എക്സാം, നമ്മുടെ ഇതിൽ മോക്ക് എക്സാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ അലയൻസിലെ സ്റ്റുഡൻസ് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ളൂ, ഒരാൾ ഗസ്റ്റ് ഉണ്ടോ? ഓക്കെ, വോട്ടെവർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു മോക്ക് എക്സാം മെയിൻ എക്സാമിന് മുമ്പ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ACCയുടെ മോക്ക് എക്സാമിലേക്ക് കിട്ടുന്നില്ല ക്വസ്റ്റ്യൻ, നിങ്ങൾ ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം. ഞാനിപ്പോൾ ഡെയിലി ബേസിസ് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പോഴും സ്റ്റാർട്ട് എക്സാം കൊടുക്കുമ്പോൾ ജസ്റ്റ് സ്ക്രീൻ സ്റ്റക്കായി നിൽക്കുന്നതേ ഉള്ളൂ. വേറെ പേജിലേക്ക്, ആ സ്റ്റാർട്ടിങ് പേജിലേക്ക് പോകുന്നില്ല, ക്വസ്റ്റ്യൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ മോക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തിട്ട് അയച്ചു തരിക ചെയ്യാം. നമുക്കതൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പറ്റിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ A ക്വസ്റ്റ്യനും 2 സെക്ഷൻ B ക്വസ്റ്റ്യനും വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഫൈനൽ എക്സാമിന് മുമ്പ് ഒരു മോക്ക് നിങ്ങളായിട്ട് തന്നെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്തു നോക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുക. നമ്മുടെ കമ്മിങ് സെഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷൻ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്തില്ലേ? ഇപ്പോൾ പ്രീമോക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് നാളത്തെ സെഷനിൽ നമ്മുടെ പ്രീമോക്കിൻ്റെ ക്വസ്റ്റ്യൻ നാളെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചോ. നാളെ ഇനി വീണ്ടും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കിട്ടാണ്ടായി പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കോപ്പി പേസ്റ്റ് അടിച്ചു വെച്ചോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്തോ ആ ക്വസ്റ്റ്യൻസിൻ്റെ. ഓക്കെ, നമുക്കത് ലൈവായിട്ട് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാൻസിലെ കമ്മിങ് സെഷൻസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, താങ്ക് യു, ബൈ ബൈ.